അടുത്ത ക്ലാസ് നീലക്കുറിഞ്ഞി കോഴ്സിലെ പരിശീലനമാണ് നടക്കാൻ പോകുന്നത്. നമുക്ക് ക്ലാസ് എടുക്കാൻ ഇവിടെ എത്തിയിരിക്കുന്നത് അഴൂർ ഗവൺമെൻറ് HSSലെ അധ്യാപകനും പത്രപ്രവർത്തകനും പാഠപുസ്തക സമിതി അംഗം, വിദ്യാരംഗം തിരുവനന്തപുരം ജില്ലാ കോർഡിനേറ്റർ എന്നീ നിലകളിൽ സേവനമനുഷ്ഠിച്ചിട്ടുള്ള അഴൂർ ഗവൺമെൻറ് HSSലെ നിലവിലെ അധ്യാപകനാണ് അദ്ദേഹം. മലയാള മിഷൻ്റെ ബോധി റിസോഴ്സ് പേഴ്സണാണ്. അദ്ദേഹമാണ് നമുക്ക് നീലക്കുറിഞ്ഞി കോഴ്സിലെ പരിശീലനം നൽകാൻ പോകുന്നത്. എൻ്റെ പേര് ഹരികുമാർ എന്നാണ്. ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ ചിറയൻകീഴ് അഴൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മലയാളം അധ്യാപകനാണ്. നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ 12 കൊല്ലത്തിലൊരിക്കൽ പൂക്കുന്ന ആ പുഷ്പത്തെക്കുറിച്ച് ഓർത്തുകൊണ്ട് വളരെ ചുരുങ്ങിയ സമയത്തിൽ, കാരണം 11:15 ടൈപ്പ് ചെയ്ത് വെച്ചിരുന്ന നോട്ടീസിലുള്ളത് 12:03 നിലവിലെ സമയം. എങ്കിലും കഴിയുന്നിടത്തോളം കാര്യങ്ങൾ നമുക്ക് ഏറെ ചുരുക്കി പരസ്പരം പങ്കുവച്ചുകൊണ്ട് നമുക്ക് ഈ ക്ലാസ് പൂർത്തിയാക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള കേന്ദ്രീയ വിദ്യാലയങ്ങളിലെ മലയാളം പഠിപ്പിക്കുന്ന അധ്യാപകർ എന്ന നിലയിൽ എനിക്ക് നിങ്ങളോട് വളരെ അഭിമാനവും സ്നേഹവും ഉണ്ട്. കാരണം ഞാനും ഒരു മലയാളം അധ്യാപകനായി നിങ്ങളെപ്പോലുള്ളവരുള്ളത് കൊണ്ടാണ് ഭാഷ കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ പൂത്ത് തളിർത്ത് നീലക്കുറിഞ്ഞി പോലെ നിൽക്കുന്നത്. എല്ലാവരും വളരെ ഫ്രീ ആയിട്ടിരിക്കണം. ദയവായിട്ട് ഒരു സംഘർഷമൊന്നും വേണ്ട. പോരാ 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 കയ്യടിക്ക് ശക്തിയില്ല, കയ്യടിക്ക് ശക്തിയില്ല. പോരാ, ശരി ശരി ശരി, കയ്യടി കേട്ടു. ഇപ്പം നിങ്ങൾ വെറുതെ അങ്ങ് കയ്യടിക്കുകയാണ് ചെയ്തല്ലേ, ഇല്ലേ? ഇനി നമുക്ക് താളത്തിൽ കയ്യടിച്ച് നോക്കാം, ഇല്ലേ? താളത്തിൽ 1 എന്ന് പറയുമ്പോൾ 2 കയ്യടിയും, 2 എന്ന് പറയുമ്പോൾ 1 കയ്യടിയും കൊടുത്തുകൊണ്ട് നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. താളം നിങ്ങൾ എത്രത്തോളം പിന്തുടരുന്നു നമുക്ക് നോക്കാം. 1, 12 ആയിട്ടാണ് കേട്ടത്. 1 പോരാ, 1 പോരാ, ഒന്നുകൂടി ശ്രമിക്കാനുണ്ട്. അയ്യോ, പറയണതിന് മുമ്പ്, നിർദ്ദേശത്തിന് മുമ്പ് പരിപാടി വേണ്ട. 1, 2, 1, 1, 2, 2, 2, 2, 2, 3. 3 എന്നൊരു നിർദ്ദേശം ഉണ്ടായിരുന്നോ? ടീച്ചർ 3 എന്ന് പറഞ്ഞതിന് മുമ്പ് അടിച്ച് 3 അടി 3 അടി 3 നിർദ്ദേശം ഇല്ലായിരുന്നേ. അപ്പോൾ ഒരു കാര്യം ബോധ്യപ്പെട്ടു. 2 പ്രാവശ്യം നമ്മൾ കൈയടിച്ചു, ഇല്ലേ? ആദ്യത്തെ തവണ നമ്മൾ എങ്ങനെ കൈയടിച്ചു? വെറുതെ നമ്മൾ അടിക്കായിരുന്നു, നമ്മുടെ മനസ്സിൽ തോന്നിയ പോലെ അടിച്ചു. 2ാമത്തെ പ്രാവശ്യം നമ്മൾ എങ്ങനെ കൈയടിച്ചു? ഒരു നിർദ്ദേശം അനുസരിച്ച് ഒരു താളത്തിൽ കൈയടിച്ചു. രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം തോന്നി നിങ്ങൾക്ക്? നമുക്കൊരു താളം ഉണ്ടല്ലേ, ഒരു പ്രത്യേക നിർദ്ദേശം അനുസരിച്ച് ഒരു പ്രത്യേക താളത്തിൽ നമ്മൾ കൈയടിച്ചു, ഇല്ലേ? ജീവിതത്തിന് എന്തുണ്ടാവണം? താളം ഉണ്ടാവണം. അധ്യാപനത്തിനും താളം ഉണ്ടാവണം എന്നതാണ് നമ്മൾ ആദ്യം, മലയാളം മിഷനിലെ പ്രിയപ്പെട്ട അധ്യാപകരെന്നുള്ള നിലയിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ജീവിതത്തിന് എന്ന പോലെ എന്തിനും ഒരു താളം ഉണ്ടായിരിക്കണം, അധ്യാപനത്തിനും ഒരു താളം ഉണ്ടായിരിക്കണം എന്നാണ്. ഞാൻ ഒരു പേപ്പർ കൊടുക്കാൻ പറഞ്ഞു. സാറേ, ഒരു പേപ്പർ അവർക്കെല്ലാം, എല്ലാവരും നോട്ട്ബുക്ക് ഉണ്ടെങ്കിൽ അതായാലും അതിലൊരു പുതിയ പേജ് ഒന്ന് എടുത്തിട്ടെ, ഒരു പേജ് ഒന്ന് എടുക്കണം. ഇന്നത്തെ തീയതി വെച്ചിട്ട് ഒരു പേജ് എടുത്തിട്ട് ഏറ്റവും ചുരുങ്ങിയ നിമിഷം കൊണ്ട് എന്താണോ നിങ്ങൾക്ക് വരയ്ക്കാൻ തോന്നുന്നത് വരയ്ക്കണം. അപ്പോൾ പറയും, ഞാൻ ചിത്രകാരനല്ല സാർ. കുഴപ്പമില്ല. ഈ നിമിഷത്തിൽ നിങ്ങൾ എങ്ങനെ ഒരു ചിത്രം കൊണ്ട് പ്രതികരിക്കുന്നു ഒന്ന് പെട്ടെന്ന് വരയ്ക്കൂ. വരച്ചു തീർന്നെങ്കിൽ ആ ചിത്രത്തെക്കുറിച്ച് ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ എന്തെങ്കിലും അവിടെ ഒന്ന് കുറിക്കൂ. എന്ത് നിങ്ങൾക്ക് എഴുതാം, എന്ത് നിങ്ങൾക്ക് എഴുതാം, എന്ത് നിങ്ങൾക്ക് എഴുതാം. നിങ്ങൾക്കറിയാം, നിങ്ങൾ 10 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് എന്നാണ് പറഞ്ഞത്, അല്ലേ? കണിക്കൊന്ന അങ്ങനെ ഒരു ഗ്രൂപ്പില്ലേ? ഇപ്പം ഗ്രൂപ്പിലാണോ ഇരിക്കുന്നത്? കുഴപ്പമില്ല, ഗ്രൂപ്പിലൊന്നും ആവണമെന്നില്ല, ഇവിടെ ഇരുന്നാൽ മതി. അപ്പം എല്ലാവരും ആ ചിത്രങ്ങൾ വരച്ചു കഴിഞ്ഞു, എഴുതുകയും ചെയ്തു. പരസ്പരം തൊട്ടടുത്തിരിക്കുന്നവർ ഒന്ന് കൈമാറിയിട്ട് ഒന്ന് നോക്കൂ. നിങ്ങൾ ഒരാൾ ചെയ്തതുപോലെയാണോ അടുത്ത ആൾ ചെയ്തിട്ടുള്ളത്, അതോ വേറെ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? എന്താണ് ഓരോരുത്തരുടെ മനസ്സ്? ചിരിക്കുന്നു ചിലരുടെ കൈ. വളരെ ബോറായി പോയെന്നാണ് തൊട്ടടുത്തിരിക്കുന്ന ആൾ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ലെന്ന്, എൻ്റെ എല്ലാ പ്രതീക്ഷയും തകർന്നെന്നാണ് ടീച്ചർ പറയുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. ഒരു ടീച്ചർ വരച്ചത്, ഒരു ടീച്ചർ ഒരു കുട്ടിയാണ് വരച്ചിട്ടുള്ളത്, എൻ്റെ മുത്തുമണി എന്ന് പറഞ്ഞിട്ട്. വേറൊരു ടീച്ചർ വരച്ചിട്ടുള്ളത് നീലക്കുറിഞ്ഞി എന്നൊരു പൂവിനെ വരച്ചിരിക്കുന്നു.
അപ്പൊ ഇത് വേണമെന്നില്ല, അവർ വരച്ചു. അപ്പൊ ഇതിൽ നിന്ന് ഒരു കാര്യം നിങ്ങൾക്ക് തിരിച്ചറിയാൻ വേണ്ടിയാണ്. നിങ്ങൾ എല്ലാവരും വ്യത്യസ്തമായ ചിത്രങ്ങളാണ് വരച്ചിട്ടുള്ളത് അല്ലേ? നമ്മുടെ മുന്നിലിരിക്കുന്ന ഓരോ കുട്ടിയും വ്യത്യസ്തനാണ്. അപ്പൊ അവന് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇതുപോലുള്ളൊരു പുസ്തകം പഠിപ്പിക്കേണ്ടത്. അപ്പൊ എന്ത് ചെയ്യണം? ഓരോ കുട്ടിയുടെയും അറിവും കഴിവും അഭിരുചിയും തിരിച്ചറിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കയ്യിലുള്ള സാധനം കൊടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ഇനി നമ്മൾ പഠിപ്പിക്കുന്നത് ഏത് വിഷയമാണ്? മാതൃഭാഷയാണല്ലേ. മാതൃഭാഷ ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ അവനിൽ അന്തർലീനമായ ഒന്നാണ്. വള്ളത്തോളിൻ്റെ ഒരു കവിതയുണ്ട്. ഏതാ കവിത? ഭാഷയെക്കുറിച്ചുള്ള ടീച്ചർ പാടിത്തുടങ്ങി. എന്താണ് വരി? കേവലം ധാത്രിമാർ മർത്യന്. നമ്മള് അത് തിരിച്ചറിവുള്ളവരാണ് നിങ്ങൾ അല്ലേ. നമ്മൾ പഠിപ്പിക്കാൻ പോകുന്ന ഭാഷ എന്ന് പറയുന്നത് മലയാളമാണ്. അപ്പൊ നമ്മൾ ചോദിക്കും, മലയാളം പഠിക്കേണ്ട കാര്യമുണ്ടോ? മലയാളം പഠിക്കേണ്ട കാര്യമുണ്ടോ? എല്ലാവർക്കും അറിയാം, പഠിക്കേണ്ട കാര്യമുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ടീച്ചർക്ക് സംശയം, പഠിക്കേണ്ട കാര്യമുണ്ടോ? മലയാളം പഠിപ്പിക്കണ്ടേ? മലയാളം പഠിക്കണം. പഠിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ സംസ്കാരത്തെ, നമ്മുടെ അനുഭവത്തെ ഒക്കെ തിരിച്ചറിയാൻ പറ്റൂ. അപ്പൊ നമ്മൾ പഠിപ്പിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് ഏതാണ്? മലയാളമാണ്, മാതൃഭാഷയാണ്. നിങ്ങളെല്ലാം പഠിപ്പിക്കുന്നവരുമാണ്. മാതൃഭാഷ എങ്ങനെ പഠിപ്പിക്കണം? അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. മാതൃഭാഷ പഠിപ്പിക്കേണ്ടത് എങ്ങനെ? എല്ലാവരും ഒന്ന് കുറിക്കൂ. അവരവർക്ക് അറിയാന്നുള്ള കാര്യങ്ങൾ എഴുതിയാൽ മതി. ഗ്രൂപ്പിൽ എഴുതണമെന്നൊന്നുമില്ല. നിങ്ങൾ എങ്ങനെ നമുക്ക് മാതൃഭാഷ പഠിപ്പിക്കും? 1-2 പോയിന്റെങ്കിലും എഴുതി കാണുമെന്ന് ഞാൻ വിചാരിക്കണം അല്ലേ? ടീച്ചർ എഴുതി ഒരു പോയിന്റ്. എങ്ങനെ മാതൃഭാഷ പഠിപ്പിക്കും? എങ്ങനെ മാതൃഭാഷ പഠനം എങ്ങനെയായിരിക്കണം? പറയണം, എണീറ്റ് പറയണം. ടീച്ചറുടെ പേരൊക്കെ പറയണം, എല്ലാവരും അറിയട്ടെന്നേ. എൻ്റെ പേര് ഗംഗ. ഗംഗ ടീച്ചർ പറയണം എങ്ങനെ. ഗംഗ ടീച്ചർ പറഞ്ഞൊരു പോയിന്റ്, ആടിപ്പാടി കളിച്ചു ചിരിച്ച് അനുഭവങ്ങളോട്. നല്ലൊരു കാര്യമാണ്, കൈയടിക്കണ്ടേ? നമുക്ക് ടീച്ചർക്ക് അഭിനന്ദിക്കണ്ടേ? ഗംഗ ടീച്ചർക്ക് ഒരു നല്ല അഭിനന്ദനം കൊടുക്കണം. ഇനി ടീച്ചർ പറയണം എന്താ വേറെ എഴുതിയത്? രസകരമായ കവിതകളിലൂടെയും കഥകൾ. ടീച്ചർ പേര് അഞ്ജന ടീച്ചർ പറയുന്നു രസകരമായ കവിത വേണം, കഥ വേണം. ശരിയല്ലേ? ഒക്കെ ശരിയാണ്. ടീച്ചർ എന്താ എഴുതി? ബലം പിടിച്ചാണ് ഇരിക്കുന്നത്, ചിരിക്കണം. മാതൃഭാഷ സർഗാത്മകമായും താളാത്മകമായും പഠിക്കും. ടീച്ചർ പറഞ്ഞൊരു പ്രധാന പോയിന്റാണ്, സർഗാത്മകമാകണം, ക്രിയേറ്റീവ് ആകണം എന്നാണ് പറഞ്ഞത്. ഇനി ടീച്ചർക്കും ഒരു ചിരി കുറവുണ്ട്. ചിത്രങ്ങളിലൂടെയും ടീച്ചർ പറഞ്ഞ് ചിത്രം വരയ്ക്കണം, ചിത്രമൊക്കെ വരച്ച് പഠിപ്പിച്ച് നോക്കാം. നമുക്കൊന്ന് ആ സ്ലൈഡ് ഒന്ന് കാണാം. നോക്കൂ, മാതൃഭാഷാ പഠനം എങ്ങനെയായിരിക്കണം? ഒന്നാമത്തെ എന്താണ്? രസകരമായി വേണം നമ്മൾ ഭാഷ പഠിപ്പിക്കേണ്ടത്. അപ്പൊ രസകരമാകുന്നത് എങ്ങനെ? നമ്മുടെ ക്ലാസ് എങ്ങനെയായിരിക്കണം രസകരമാവുക എന്ന് പറഞ്ഞ? എങ്ങനെയാണ്? കുട്ടികളുടെ പങ്കാളിത്തം വേണം അല്ലേ? അവനെ ഒന്ന് ഉണർത്തണം. നമുക്കൊന്ന് ഉണർന്നാലോ? ഒരു പാട്ട് പാടിയാലോ? ഉണർന്നാലോ? കൂടെ പാടുവോ? കാക്ക പാറി വന്നു പാറമേലിരുന്നു. ശബ്ദമില്ല. കാക്ക പാറിപ്പോയി പാറ ബാക്കിയായി. നമുക്ക് പക്ഷികൾ കാക്കയായിട്ട് തന്നെ ഇതൊന്ന് പാടിയാലോ? എഴുന്നേറ്റ് റെഡിയല്ലേ? 1 2 3 സ്റ്റാർട്ട്. കാക്ക പാറി വന്നു. ശബ്ദമില്ല. കാക്ക പാറി വന്നു പാറമേലിരുന്നു. കാക്ക പാറിപ്പോയി പാറ ബാക്കിയായി. ചിറകൊടിഞ്ഞ കാക്കകളുണ്ട്, വൃദ്ധരായ കാക്കകളുണ്ട്, പ്രേമനൈരാശ്യം വന്ന കാക്കകളുണ്ട്, അനാഥരായ കാക്കകളുണ്ട്, പല ടൈപ്പ് കാക്കകൾ. ഒരിക്കൽ കൂടെ ശ്രമിച്ചൂടെ? കാക്ക പാറി വന്നു പാറമേലിരുന്നു
കാക്ക പാറിപ്പോയി, പാറ മാത്രമായി. ഇപ്പൊ എല്ലാ കാക്കകളും ഹാപ്പിയാണ്. നമുക്കിനി ഇതൊന്ന് കയ്യടിച്ച് പാടി നോക്കിയാലോ? നിങ്ങളുടെ താളം റെഡിയല്ലേ? കാക്ക പാറി വന്നു, പാറമേലിരുന്നു, കാക്ക പാറിപ്പോയി, പാറ ബാക്കിയായി. ഇനി മുദ്രാവാക്യം വിളിക്കാം. കാക്ക പാറി വന്നു, കൈ കൈ ചുരുട്ടണം. ടീച്ചറെ കൈ ഇങ്ങനെ പൊങ്ങല്ല. അപ്പൊ അത് പോരാ, ഒന്നുകൂടി. കാക്ക പാറി വന്നു, പാറമേലിരുന്നു, കാക്ക പാറിപ്പോയി, പാറ ബാക്കിയായി. ഇല്ല, ഇപ്പൊ നമ്മൾ ഒരു പാട്ടിനെ തന്നെ വ്യത്യസ്തമായിട്ട് അവതരിപ്പിച്ചല്ലേ? അപ്പൊ ഇത്തരത്തിലൊക്കെ നമുക്ക് അവതരണങ്ങൾ നടത്താൻ എന്ത് വേണം? ഉള്ള കഴിവ്, അല്ലെങ്കിൽ ഇതിനൊക്കെ ഒന്ന് ശ്രമിക്കാൻ പറ്റും. അപ്പോൾ ഇരിക്കും നമ്മൾ പറഞ്ഞ ഒരു കാര്യം ഇതാണ്, ഭാഷാ പഠനം എങ്ങനെയായിരിക്കണം. ആദ്യത്തെ പോയിന്റ് എന്താണ്? അത് രസകരമായിരിക്കണം. രണ്ടാമത്തെ കാര്യം, ജീവിതാനുഭവങ്ങളുമായി ബന്ധം വേണം. നമ്മുടെ മുന്നിലിരിക്കുന്ന കുട്ടിയെ തിരിച്ചറിഞ്ഞു വേണം നമ്മൾ അവന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ. ടോട്ടോച്ചാൻ വായിച്ച എത്ര പേരുണ്ട്? ടോട്ടോച്ചാനിലെ അധ്യാപകന്റെ പേര് എല്ലാവർക്കും അറിയാം അല്ലേ? എന്താ? കൊബായാഷി മാസ്റ്റർ. ടോട്ടോച്ചാൻ എഴുതിയതാരാ? തെത്സുക്കോ കുറായോ നഗി. ജപ്പാനിലെ പുസ്തകമല്ലേ? ഉച്ചയ്ക്ക് ചോറുന്നത് എങ്ങനെ? ടോട്ടോച്ചാന്റെ സ്കൂളിൽ, ടോമോ സ്കൂളിലെ ചോറുണ്ണുന്നതിനൊരു രീതിയുണ്ട്. വട്ടത്തിലിരിക്കും, കൊബയാഷി മാസ്റ്റർ മധ്യത്തിലിരിക്കും. അപ്പൊ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. എന്താ? നിങ്ങൾ കടലിൽ നിന്നുള്ള പങ്കു കൊണ്ടുവന്നിട്ടുണ്ടോ? നിങ്ങൾ കലയിൽ നിന്നുള്ള പങ്കു കൊണ്ടുവന്നിട്ടുണ്ടോ? രണ്ട് ചോദ്യമാണ്. എവിടെ നിന്നൊക്കെയുള്ള പങ്കാ? കടലിൽ നിന്നുള്ള പങ്കും മലയിൽ നിന്നുള്ള പങ്കും കൊണ്ടുവന്നിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. എന്താ കടലിൽ നിന്നുള്ള പങ്ക്? മത്സ്യം. പിന്നെ മലയിൽ നിന്നുള്ള പങ്കോ? വായിക്കാത്തവർ ആ പുസ്തകം വായിക്കണം. ഈ കോഴ്സ് കഴിഞ്ഞ് പോയാൽ നിർബന്ധമായും ഏത് പുസ്തകം വായിക്കണം? പേരറിയാത്തവർ എഴുതിയും വയ്ക്കണം. ടോട്ടോച്ചാൻ തെത്സുക്കോ കുറായോനൊക്കെ പറയണം. അതാ ഇവിടെ ടോട്ടോച്ചാൻ എന്ന് പേരുള്ള ഒരു കുട്ടിയുടെ അമ്മയും ഉണ്ട്. ടീച്ചറുടെ പേരെന്താ? അശ്വതി. ടീച്ചർ എവിടെ വീട്? മലപ്പുറത്ത് താമസിക്കുന്ന അശ്വതി ടീച്ചർ ടോട്ടോച്ചാൻ വായിച്ച് പ്രചോദനം ഉൾക്കൊണ്ട് മകൾക്ക് പേരിട്ടു ടോട്ടോച്ചാൻ. അത് കയ്യടി കൊടുത്തേ. ശരി. അപ്പൊ നമ്മൾ രണ്ടാമത്തെ കാര്യം പറഞ്ഞത്, ഒന്ന് രസകരമാവണം, ജീവിതാനുഭവങ്ങളുമായി ബന്ധമുള്ളതാകണം, കുട്ടിക്ക് സ്വയം ഏറ്റെടുക്കാൻ കഴിയുന്ന പ്രവർത്തനം കൊടുക്കണം, ബുദ്ധിപരമായ വെല്ലുവിളി ഉയർത്തുന്നതാകണം നമ്മുടെ ഭാഷാ പഠനം. പിന്നീടോ ഭാവനയും സർഗാത്മകതയും വളർത്താൻ കഴിയണം, യുക്തിചിന്ത പ്രോത്സാഹിപ്പിക്കാൻ കഴിയണം. യുക്തിചിന്ത പ്രോത്സാഹിപ്പിക്കാൻ കഴിയണമെന്ന് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന കൂടുതലും സ്ത്രീകളായോണ്ട് ഞാൻ ഒരു ചോദ്യം ചോദിക്കാം. യുക്തിചിന്തയൊക്കെ പ്രോത്സാഹിപ്പിക്കുമോ? സത്യമായിട്ട് പറയണം. പ്രോത്സാഹിപ്പിക്കുമോ? പ്രോത്സാഹിപ്പിക്കണം. ശാസ്ത്രയുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് പെൺകുട്ടികളോട് പറഞ്ഞു കൊടുക്കാൻ കഴിയും. ഞാൻ 10ാം ക്ലാസ്സിൻ്റെ ക്ലാസ് ടീച്ചറാണ്. എൻ്റെ സ്കൂളിലെ 10D ക്ലാസ് ടീച്ചറാണ് ഞാൻ. കഴിഞ്ഞ മാസം ഒരു കുട്ടി വന്നില്ല, 3 കുട്ടികൾ ഒരു ദിവസം വന്നില്ല, പെൺകുട്ടികളാണ്. ചോദിച്ചോ പറഞ്ഞു വരാൻ പറ്റിയില്ല. എന്തുകൊണ്ട് വന്നില്ല സാർ, വയ്യായിരുന്നു. എന്ത് അസുഖമായിരുന്നു? മടിച്ചു പറഞ്ഞു, വയറുവേദനയായിരുന്നു. അപ്പം എനിക്ക് ബോധ്യപ്പെട്ടു എന്താണ്, പീരീഡ്സ് ആണ്. എൻ്റെ ക്ലാസ്സിൽ ഞാൻ തുറന്ന് സംസാരിക്കാറുണ്ട്. മാസമുറ എന്ന വാക്ക് ഞാൻ സംസാരിക്കാറുണ്ട്, ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ കുട്ടികളോട് ചോദിച്ചോ പറഞ്ഞൊരു വലിയ സങ്കടം, അതിലൊരു കുട്ടിയെ ഇപ്പോഴും ആ സമയത്ത് തറയിൽ കിടത്തുന്നു. അമ്മ, ഞാൻ ക്ലാസ് PTA വിളിച്ചു, എന്നിട്ട് നമ്മുടെ HMനോ കൊണ്ട് പറയിച്ചു രക്ഷിതാക്കളോട് അങ്ങനെ ചെയ്യരുത്. അല്ലേ? നമ്മൾ ഈ സയൻസൊക്കെ പഠിച്ചിട്ട് യുക്തിചിന്ത വളർത്തുമെന്ന് പറഞ്ഞിട്ട് കുട്ടിയെ തറയിൽ കിടത്തിയിട്ട് വല്ല കാര്യമുണ്ടോ? നിങ്ങളൊന്നും അങ്ങനെ ചെയ്യില്ലെന്നാണ് എൻ്റെ വിചാരം. വലിയ പുരോഗമന പക്ഷത്തേക്ക് നിങ്ങൾ വരുമെന്നാണ് പ്രതീക്ഷ. അപ്പോൾ പിന്നെ നമ്മൾ പറഞ്ഞ എന്താ, സ്വയം വിലയിരുത്താൻ സാധ്യത വേണം എന്ന് വെച്ചാൽ എന്താ ടീച്ചറെ? സ്വയം വിലയിരുത്താൻ സാധ്യത
ടീച്ചർ ഒന്ന് പറയണം. നമ്മൾ മലയാളം പഠിപ്പിക്കുമ്പോൾ സ്വയം വിലയിരുത്തലിന് സാധ്യത വേണം. ടീച്ചർ പേരൂടെ പറഞ്ഞിട്ട് വേണം പറയാൻ. രജനി, ഏഴിമല KV എന്ന് വരുന്നു. സ്വയം വിലയിരുത്തുക എന്ന് പറഞ്ഞാൽ കുട്ടി ചെയ്ത കാര്യം എന്താണ്, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ഫലം ഉണ്ടാവുമോ എന്ന് അതിന് മനസ്സിലാവണം. ടീച്ചർ പറഞ്ഞത് ശരിയാണ്. നമ്മളൊരു പ്രവർത്തനം കുട്ടിക്ക് കൊടുക്കുമ്പോൾ കുട്ടിക്ക് എന്ത് തിരിച്ചറിയണം? അവൻ അതിനെ വിലയിരുത്താൻ കഴിയണം. പിന്നെ ആർക്കും വിലയിരുത്താൻ കഴിയണം? രണ്ടുപേർക്കും അത് യോജ്യമെങ്കിൽ മാത്രമേ ആ പ്രവർത്തനം കൊടുക്കാവൂ. കടൽ തീരത്തുള്ളൊരു കുട്ടിയോട് എവറസ്റ്റിനെ കുറിച്ച് വിശദീകരണം എഴുതാൻ പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം, അവന് പറ്റുന്നത് ഏതായിരിക്കും? കടൽ തിരകളെക്കുറിച്ച് എഴുതാൻ പറയുന്നതായിരിക്കും, കടൽ മണലിനെ കുറിച്ച് എഴുതാൻ പറയുന്നതായിരിക്കും, അവൻ്റെ അച്ഛൻ വൈകുന്നേരം പോയ വള്ളത്തിൽ തിരികെ വരുന്ന അനുഭവം എഴുതാൻ പറയുന്നതായിരിക്കും അല്ലേ? അപ്പം അങ്ങനെ ചെയ്യണ്ടേ? അപ്പം അതാണ് ആ പോയിന്റ്. പിന്നെയോ പരസ്പരം വിലയിരുത്തണം. പരസ്പര വിലയിരുത്തൽ എന്ന് പറഞ്ഞാൽ എന്തോന്ന്? വിലയിരുത്തണം, അതായത് എന്താണോ കുട്ടി ചെയ്യുന്നത് അത് മനസ്സിലാക്കി മറ്റു കുട്ടികൾ. ശരി. അപ്പൊ പരസ്പര വിലയിരുത്തൽ കഴിയണം. തുടർ പ്രവർത്തന സാധ്യത വേണം എന്ന് വെച്ചാൽ എന്താ? നമ്മളൊരു പ്രവർത്തനം കൊടുത്താൽ പുതിയ പുതിയ പ്രവർത്തനങ്ങൾ കുട്ടി സ്വയമെങ്കിലും ചെയ്യുവാൻ കഴിയണം. പിന്നെ അവസാനത്തെ എന്താ? പത്രം, മാസിക, പുസ്തകം, വിവരസാങ്കേതിക വിദ്യ ഇവ പ്രയോജനപ്പെടുത്താൻ സാധ്യത. ഇപ്പൊ പിള്ളേർ മുഴുവൻ റീൽസൊക്കെയാണ് പാഠത്തിനെ ബന്ധപ്പെടുത്തി ഉണ്ടാക്കുന്നത്. ട്രോള്, റീൽസ്, അതൊക്കെ നമുക്ക് ചെയ്യിക്കാൻ കഴിയണം. അപ്പോൾ ഇതൊന്ന് ഒരിക്കൽ കൂടി എല്ലാവരും ഒന്ന് വായിക്കണം. നമ്മൾ ഭാഷാധ്യാപകരാണ്, ഭാഷ പഠിപ്പിക്കുന്നവരാണ്, മലയാളമാണ് മാതൃഭാഷ. അങ്ങനെയാണെങ്കിൽ ഭാഷാ പഠനം എങ്ങനെയായിരിക്കണം? രസകരമായിരിക്കണം, ജീവിതാനുഭവങ്ങളുമായി ബന്ധമുള്ളതായിരിക്കണം, സ്വയം ഏറ്റെടുക്കാൻ കഴിയുന്നതായിരിക്കണം, ബുദ്ധിപരമായ വെല്ലുവിളി ഉയർത്തുന്നതായിരിക്കണം, ഭാവനയും സർഗാത്മകതയും വളർത്തുന്നതായി വേണമെന്നുള്ളൊരൊന്ന് കുറിക്കൂ. ശരി, എഴുതിയെന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലേ? ഇനി വളരെ വേഗത്തിൽ ഒരു കാര്യം ചോദിക്കട്ടെ. നമ്മുടെ ഭാഷയെക്കുറിച്ച് ഒരു കുട്ടി നമ്മളോട് ചോദിക്കുകയാണ്, മലയാള ഭാഷയെക്കുറിച്ച് ടീച്ചർ എനിക്കൊന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു തരും. നമുക്ക് എളുപ്പം. അവിടെ പറഞ്ഞു, നമ്മുടെ എന്താ പറഞ്ഞു ടീച്ചർ? ഒന്നുകൂടെ പറയും. മാതൃഭാഷയാണ് മലയാളം. അടുത്തൊരു പോയിന്റ് ടീച്ചർ എന്ത് പറയും? അമ്മയിൽ നിന്നും വീട്ടിൽ നിന്നും നേടുന്നതാണ് മാതൃ. അമ്മയിൽ നിന്നും വീട്ടിൽ നിന്നും നേടുന്നതാണ് മാതൃഭാഷ. ടീച്ചർ ഭാഷയെക്കുറിച്ച് ഒരു കുട്ടി ഒരു ചോദ്യം ചോദിച്ചു, എന്തൊക്കെ പറയാൻ പറ്റും? ഹൃദയസ്പർശിയാണ് മാതൃഭാഷ. അല്ല, നമ്മൾ കുട്ടിക്ക് അറിയാൻ വിവരങ്ങൾ എന്നുള്ള തരത്തിൽ വേറെ എന്ത് കൊടുക്കാൻ പറ്റും ഭാഷയെക്കുറിച്ച്? നമ്മൾ ഏത് ഭാഷ പഠിച്ചാലും നമ്മുടെ ചിന്ത ആദ്യം വരുന്ന മാതൃഭാഷയിൽ. ഓക്കെ. ഭാഷയ്ക്ക് എത്ര കൊല്ലം പഴക്കമുണ്ട്? മലയാള ഭാഷയ്ക്ക് എത്ര കൊല്ലം പഴക്കമുണ്ട്? എത്ര? കൃത്യമായൊരു കണക്ക് എത്ര? 1000 വർഷത്തിലധികം കൃത്യമായ കണക്കുണ്ട്. സർക്കാർ അംഗീകരിച്ച് എത്ര കൊല്ലം പഴക്കം? 2000 കൊല്ലം പഴക്കമുള്ള ഭാഷയാണ്. പിന്നെ ഏത് കുടുംബത്തിൽ പെടുന്നു? ദ്രാവിഡം. എന്തുകൊണ്ട് ശ്രേഷ്ഠ ഭാഷയെന്ന്? 2000 കൊല്ലം പഴക്കമുള്ളതുകൊണ്ടാണ് നമ്മൾ ശ്രേഷ്ഠ ഭാഷാ ഗണത്തിലേക്ക് പെടുത്തിയിട്ടുള്ളത്. ഇനി എത്ര അക്ഷരമുണ്ട്? മഴമംഗലത്തിന്റെ ശ്ലോകം ആർക്കെങ്കിലും ചൊല്ലാൻ പറ്റുമോ? 51 അക്ഷരാളി കലിത തനുലതേ വേദമാകുന്ന ശാഖിക്കൊമ്പത്തൻപോടു പൂക്കും കുസുമ തതിയിലെന്തുന്ന പൂതേൻ കുഴമ്പേ ചെമ്പുൽ താർവാണഡംബ പ്രശമന സുഹൃതോ വാത്തലക്ഷ്മി സമ്പത്തേ കുമ്പിടുന്നേൻ വലയാധീശ്വരി വിശ്വനാഥേ. സൗഭാഗ്യലക്ഷ്മി സമ്പത്തെ. അപ്പൊ അതൊന്ന് എഴുതൂ. മഴമംഗലം മറന്നുപോകാതെ എഴുതൂ. മഴമംഗലത്തിന്റെ ശ്ലോകം എത്ര അക്ഷരമുണ്ട്? 51. മറന്നു പോകരുത്. പണ്ട് 54 ഉണ്ടായിരുന്നു, ഇപ്പൊ 51 ഉള്ളൂ. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഭാഷയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി അങ്ങനെയാണെങ്കിൽ ഒന്നുകൂടെ ഒന്ന് കൈയടിച്ചാട്ടെ. നോക്കട്ടെ. ചിലരെങ്കിലും ഉറക്കമുണ്ടോ? ഇല്ല. അങ്ങനെയാണ് ഞാൻ ഹലോ എന്ന് പറഞ്ഞാൽ തിരിച്ചെന്ത് പറയും നിങ്ങൾ? ഹായ് പറയൂലേ? ഹലോ. അപ്പൊ എല്ലാവരും ഹാപ്പി അല്ലേ? അപ്പൊ നമുക്കിനി അടുത്ത ഭാഗത്തേക്ക് പോവാം. നിങ്ങളൊക്കെ തന്നെ നമ്മുടെ ഈ പരിശീലനത്തിൽ നീലക്കുറിഞ്ഞി പഠിപ്പിക്കുന്ന അല്ലേ, നീലക്കുറിഞ്ഞിയുടെ അധ്യാപകരാണെന്ന് വിചാരിക്കുകയാണ്. പുസ്തകം കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലേ? വായിച്ചു നോക്കിയവരുണ്ടെന്ന് വിചാരിക്കുന്നു. ഉണ്ടോ? ശരി. അപ്പോൾ അടുത്ത നമുക്ക് അതിൻ്റെ ചില യൂണിറ്റുകളിലേക്കൊന്ന് കടന്നു നോക്കാം.
നമ്മുടെ ആ ഒന്നാമത്തെ യൂണിറ്റ്, നീലക്കുറിഞ്ഞിയുടെ ആദ്യ യൂണിറ്റ് മനുഷ്യൻ്റെ ജീവിതാവസ്ഥകളെ വ്യക്തമാക്കുന്നു. അതിൻ്റെ യൂണിറ്റിൻ്റെ പേര് എന്താണ്? അവസ്ഥാന്തരങ്ങൾ എന്നാണ്. ആദ്യത്തെ പാഠം എന്ന് പറയുന്നത് MT വാസുദേവൻ നായരുടെ ഒരു കഥയാണ്, ഒരു പിറന്നാളിൻ്റെ ഓർമ്മ. അതാണ് ആദ്യത്തേത്. രണ്ടാമത്തേത് CV ശ്രീരാമൻ്റെ വേരുകൾ വിൽപ്പനയ്ക്ക്, അതും ഒരു കഥയാണ്. C കേശവൻ്റെ ആത്മകഥയായ ജീവിത സമരത്തിൽ നിന്നുള്ള ഒരു ഭാഗമാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നീട് അമ്മയും മകനും തുഞ്ചനും എന്ന് പറയുന്ന ഒരു കവിത NV കൃഷ്ണവാര്യരുടേതാണ്. NV കൃഷ്ണവാര്യരുടെ മറ്റേതെങ്കിലും കവിതകൾ പറയാമോ? എലികൾ, വേറെ ഗോഡ്സെയും ഗാന്ധിയും. പിന്നെ ഈ പേര് ഒരു പുസ്തകമാണ്. എന്ത് എൻ്റെ കയ്യിലിരിക്കുന്ന വസ്തുവിൻ്റെ പേരിൽ ഒരു കവിതയുണ്ട്. ആ കവിതയുടെ പേര് പറയാമോ? പുസ്തകങ്ങൾ. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? പുസ്തകങ്ങളിൽ എന്തൊക്കെയുണ്ട്, പുസ്തകങ്ങളിൽ ആനന്ദമുണ്ട്. ആ കവിത കേട്ടിട്ടില്ല? NV കൃഷ്ണവാര്യരുടെ കുറിക്കണം. പുസ്തകങ്ങൾ, NV കൃഷ്ണവാര്യർ. അപ്പോൾ ആദ്യത്തെ യൂണിറ്റ് മനുഷ്യ ജീവിതത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതാണ്. ആദ്യത്തെ പാഠം MTയുടെ ഒരു പിറന്നാളിൻ്റെ ഓർമ്മയാണ്. ഭാഷാ പ്രതിജ്ഞ ആരെഴുതിയതാണ്? മലയാളത്തിലെ ആരാണ് ഭാഷാ പ്രതിജ്ഞ എഴുതിയത്? MT ആണ്. ആർക്കെങ്കിലും കാണാതെ അറിയാമോ? പറയുന്നുണ്ട്. മലയാളമാണ് എൻ്റെ പിന്നെ എൻ്റെ ആകാശം. അതെ, നല്ലൊരു കയ്യടി. ഇവിടെ നല്ല കാര്യമായിട്ട് മലയാളത്തെ പിന്തുടരുന്ന അധ്യാപകരുണ്ട്. അപ്പം മൂന്നാമത്തേത് ജീവിത സമരം, C കേശവൻ എഴുതിയ ആത്മകഥ. നാലാമത്തേത് NV കൃഷ്ണവാര്യരുടെ ഒരു കവിതയാണ്. അടുത്ത യൂണിറ്റ് അടുത്ത സ്ലൈഡിലേക്കൊന്ന് പോവാം. രണ്ടാമത്തെ യൂണിറ്റിൻ്റെ പേര് നിലനിൽപ്പിൻ്റെ നിലപാടുകൾ എന്നാണ്. സാറേ ഒന്ന് പറയണം, എന്താണ് ആ തലക്കെട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു ആശയം? സാറിന് എന്ത് തോന്നുന്നു? നിലനിൽപ്പിൻ്റെ നിലപാടുകൾ എന്ന വിഷയം എൻ്റെ മനസ്സിലോട്ട് വരുമ്പോഴത്തേക്കും മനുഷ്യനാണല്ലോ. മനുഷ്യൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് സാഹചര്യത്തിനനുസരിച്ച് മാറുന്ന ഒരേ ഒരു ജീവിയാണ് മനുഷ്യൻ. സാഹചര്യങ്ങൾക്ക് പൊരുത്തപ്പെടുന്ന ജീവിക്കാനും അല്ലെങ്കിൽ അതിനനുസരിച്ച് അവൻ്റെ ആശയങ്ങളിൽ മാറ്റം കൊണ്ടുവരാനും ശ്രമിക്കുന്നൊരു ജീവിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ്റെ നിലപാടുകൾ കാലാനുസൃതമായി മാറിക്കൊണ്ടിരിക്കും. നിലനിൽപ്പിൻ്റെ സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണല്ലോ പൊതുവെ കാണുന്ന. അത്തരത്തിൽ നിലനിൽപ്പിന് വേണ്ടി അവരുടെ നിലപാടുകൾ മാറ്റാൻ തയ്യാറല്ലാത്തൊരു സമൂഹം എന്ന് പറയുന്നതാണ് നമ്മുടെ നാടിന് ആവശ്യം. പക്ഷേ എന്തുകൊണ്ടോ അങ്ങനെ സംഭവിക്കാറില്ല. നിലനിൽപ്പ് കാലാനുസൃതമായിട്ട് മാറ്റണമെന്നാണ് സാറ് പറയുന്നത്. വേണോ? നിലപാടുകൾ കാലാനുസൃതമായി മാറിക്കൊണ്ടിരിക്കണ്ടേ? വേണം. നമ്മൾ ഒരേ നിലപാടിൽ നിൽക്കേണ്ടതുണ്ടോ? ടീച്ചർ വിശദീകരിക്കും തോന്നുന്നു. സ്വന്തമായ ഒരു നിലപാടുണ്ടെങ്കിൽ അത് മാറ്റേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷെ ആ നിലപാടുകൾക്കനുസരിച്ച് ഒരു പക്ഷേ നീങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ആ ഒരു സമൂഹത്തിൽ ജീവിച്ചല്ലേ പറ്റും. അത്രയും ഇതിനെക്കുറിച്ച് അടിസ്ഥാന ആവശ്യം അതിന് ബാക്കിയില്ല. അടിസ്ഥാന ആവശ്യങ്ങളായ പാർപ്പിടം, വസ്ത്രം, ഭക്ഷണം മുതലായവയെ കുറിച്ചിട്ടുള്ള അതൊക്കെയാണ് നിലനിൽപ്പിൻ്റെ നിലപാടുകൾ. അത് അപ്പോൾ ടീച്ചറും പറഞ്ഞത് നിലപാടുകളെ മാറ്റണമെന്ന്. അങ്ങനെയല്ലേ? ഏതൊരു വ്യക്തിക്കും അവൻ്റെതായ നിലപാടുണ്ട് ഒരു വിഷയത്തെ സംബന്ധിച്ചായാലും. പക്ഷെ നമ്മുടെ നിലപാട് മറ്റുള്ളവർക്ക് ശരിയാകാം, തെറ്റാകാം. നമ്മുടെ നിലപാട് എന്താണെന്നുള്ള ബോധ്യം നമുക്ക് വേണം. ഇനി നമ്മുടെ നിലപാടുകൾ തെറ്റാണ് എന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ നമ്മൾ ഒരാൾ തിരുത്തുകയാണ്, നീ ധരിച്ചു വെച്ചത് ശരിയല്ല, അല്ലെങ്കിൽ നിന്റെ കാഴ്ചപ്പാട് ശരിയല്ല എന്നൊരു വ്യക്തി പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാനുള്ള ശേഷി വേണം. പക്ഷേ എന്താണെങ്കിലും നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഏതൊരു വിഷയത്തെ സംബന്ധിച്ചായാലും നമുക്ക് കൃത്യമായ നിലപാട് വേണം എന്നതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഒരു കാര്യം ഒരു പഠന പ്രവർത്തനം ഒന്ന് എഴുതാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും സംസാരിച്ചത്. നമ്മൾ ഈ രണ്ടാമത്തെ യൂണിറ്റ് തുടങ്ങാൻ പോവുകയാണ്. കുട്ടിയുടെ മുമ്പിൽ നമ്മൾ രണ്ടാമത്തെ യൂണിറ്റ് തുടങ്ങുന്നു. ഈ തലക്കെട്ട് കുട്ടിയിലേക്ക് നമുക്ക് എത്തിക്കണം. ഒരു പഠന പ്രവർത്തനം നിങ്ങൾ എങ്ങനെ കൊടുക്കും? ഒന്ന് എഴുതൂ, സ്വന്തമായിട്ട് എഴുതിയാൽ മതി. യൂണിറ്റ് 2, നിലനിൽപ്പിൻ്റെ നിലപാടുകൾ. തലക്കെട്ടിനെ നമുക്ക് കുട്ടിയിലേക്ക് എത്തിക്കണം. എന്ത് പ്രവർത്തനവും കൊടുക്കാം. വ്യക്തിപരമായിട്ട് 5 മിനിറ്റ് എടുത്തൊരു പ്രവർത്തനം എന്ന് എഴുതൂ. നോക്കട്ടെ.
അവരവർക്ക് തോന്നുന്നത്. എൻ്റെ മുന്നിലിരിക്കുന്ന കുട്ടി, പിന്നെ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, എൻ്റെ കുട്ടി ആരാണെന്നൂടെ ഓർമ്മിച്ചിട്ട് വേണം എഴുതാൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കടൽ തീരത്തുള്ള കുട്ടിക്ക് എവറസ്റ്റിൻ്റെ പ്രവർത്തനം കൊടുക്കരുത്, അത്രേ ഉള്ളൂ. ഒരു പ്രവർത്തനം, ഒരു ഹെഡിങ് എഴുതന്നെ, പഠന പ്രവർത്തനം യൂണിറ്റ് 2, തലക്കെട്ട് വിശദീകരണം, നിലനിൽപ്പിൻ്റെ നിലപാടുകൾ. നമ്മൾ എന്ത് പ്രവർത്തനം കൊടുക്കും? ടീച്ചർ എഴുതി, എല്ലാവരും എഴുതിയോ? ടീച്ചർ ഒന്ന് പറയട്ടെ. നിലനിൽപ്പിൻ്റെ നിലപാടെന്ന് പറയുമ്പോൾ ഇപ്പോഴും സാഹിത്യം ഞാൻ നേരത്തെയും പറഞ്ഞതാണ്, എന്തോ പറഞ്ഞ കൂട്ടത്തിൽ അത് പറഞ്ഞു. അപ്പോൾ ജീവിതത്തിന് നേർക്ക് പിടിച്ച ഒരു കണ്ണാടിയാണല്ലോ സാഹിത്യം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമുക്ക് നിലനിൽക്കാൻ, അല്ലെങ്കിൽ ജീവന് നിലനിൽക്കാൻ അത്യാവശ്യമായിട്ടുള്ളത് എന്താണ് എന്ന് ചോദിച്ചുകൊണ്ട് കുട്ടികൾ എഴുതുന്നതിൽ നിന്ന്, അതേപോലെ അങ്ങനെ ഞാൻ അങ്ങനെയാണ് ജീവന് നിലനിൽക്കുന്നതിന് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഘടകങ്ങൾ എന്നുള്ള രീതിയിൽ അതിനകത്ത് ഭക്ഷണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇവിടെ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്യാം എന്ന് ചോദിച്ചത്. ഇനി വേറൊരാൾ ആരാണ് വ്യത്യസ്തമായൊരു ടീച്ചർ എന്ത് കൊടുക്കും? ഞാനൊരു ചിത്രം എന്തെങ്കിലും കാണിച്ചു കൊടുക്കും. ഉദാഹരണമായിട്ട് ഇപ്പോൾ ഒരു മരം മുറിച്ചിട്ടിട്ട് അങ്ങനെ അതിൽ നിന്ന് ഒരുപാട് പക്ഷികളൊക്കെ വീണ് ചത്ത് കിടക്കുന്ന, എന്തെങ്കിലും മരിച്ചു കിടക്കുന്ന ഒരു ചിത്രം കാണിച്ചു കൊടുക്കും. അപ്പോൾ എന്നിട്ട് ചോദിക്കും, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? നമ്മളിപ്പോൾ റോഡ് സൈഡിൽ തന്നെ അങ്ങനെ പത്രത്തിലൊക്കെ മുന്നേ കണ്ടിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ വികസനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ റോഡ് സൈഡിലുള്ള മരങ്ങളൊക്കെ മുറിച്ച് ഹൈവേ ഒക്കെ വലുതാക്കുന്നത്. പക്ഷെ അത് പലരെയും വേദനിപ്പിക്കുന്നു, പല ജീവജാലങ്ങളെയും ബുദ്ധിമുട്ടിലാക്കുന്നു. അപ്പം നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട്, നമ്മുടെ നിലപാടുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ആ ചിത്രം കാണിച്ചിട്ട് അവർക്ക് എന്ത് തോന്നുന്നു എന്ന് ചോദിക്കുന്നു. ഇതുമായിട്ടൊന്നുമില്ല, ഞാൻ കൊടുക്കുകയാണെങ്കിൽ ഒരു ആക്ടിവിറ്റി കൊടുക്കുക. സാധാരണ രീതിയിൽ നമ്മുടെ സ്കൂളിൽ ക്ലാസ് മുറികളിൽ ലീഡേഴ്സിനെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു പൊതു മാനദണ്ഡം, ഏറ്റവും നന്നായി പഠിക്കുന്ന കുട്ടി, ഇനീഷ്യേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അത് പലപ്പോഴും അവരോട് ജനാധിപത്യ മര്യാദകൾ അവിടെ പാലിക്കപ്പെടാറില്ല. ഇപ്രാവശ്യം ഞാനൊരു ക്ലാസ്സിൻ്റെ ചാർജുള്ള ഒരു ക്ലാസ് അധ്യാപകനാണെങ്കിൽ ഞാൻ ചോദിക്കും കുട്ടികളോട്, നമ്മുടെ ക്ലാസ്സിലെ ക്ലാസ് ലീഡറെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കാണുന്ന യോഗ്യതകൾ എന്തായിരിക്കണം, അത് നിങ്ങൾ പറയും. അത്തരത്തിലൊരു പ്രവർത്തനം കൊടുക്കാവുന്നതാണ്. ഞാനൊരു അനുഭവക്കുറിപ്പ് കൊടുക്കാനാണ് ആ ഒരു പ്രവർത്തനം. നിങ്ങളുടെ ജീവിത പരിസരങ്ങളിൽ നിന്നും, അതായത് നമ്മുടെ വീട് അന്തരീക്ഷത്തിൽ നിന്നും, നമ്മുടെ ഒരു ജീവിത ചുറ്റുപാടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവരവർക്കും പല ജീവിതങ്ങളിലും പല സന്ദർഭവും കാര്യങ്ങളും ജീവിതാനുഭവങ്ങളും ആയിരിക്കുമല്ലോ, അത് കുട്ടികൾക്കായാലും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ജീവിതാനുഭവം നമ്മുടെ നിലനിൽപ്പിന്, ഓരോ ദിവസവും നമ്മൾ ജീവിക്കുന്നതിൻ്റെ ഒരു ചുറ്റുപാട് മനസ്സിലാക്കിയ കുട്ടികളുണ്ടാവും. അപ്പോൾ അത്തരത്തിലൊരു ജീവിതാനുഭവക്കുറിപ്പ് എഴുതാനായിട്ട് ഞാൻ കൊടുക്കും. ഒരു അടിക്കുറിപ്പ് എഴുതാൻ കൊടുക്കും. അടിക്കുറിപ്പ്, അതായത് ഒരു വിശന്ന് വലഞ്ഞിരിക്കുന്ന ഒരു ചെറിയ കുട്ടിയുടെ മുന്നിലേക്ക് വേസ്റ്റ് ഭക്ഷണം എറിഞ്ഞു കൊടുക്കുന്ന ഒരു ചിത്രം കാണിച്ചുകൊണ്ട് അതിന് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ള നിങ്ങളുടെ ചിന്തയിൽ നിന്ന് എഴുതാൻ ഒരു അടിക്കുറിപ്പ് തയ്യാറാക്കാൻ പറയും. അതാ ടീച്ചർ കൈപൊക്കി ടീച്ചർക്കും കൊടുക്കാം. ഞാൻ മലപ്പുറം KVയിലാണ് ജോലി ചെയ്യുന്നത്. അപ്പം മലപ്പുറത്തുകാരുടെ ഒരു പ്രധാനപ്പെട്ട ആഘോഷമാണ് പെരുന്നാളെന്ന് പറയുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എത്രത്തോളം വിജയിക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം അവരെ പെരുന്നാൾ അനുഭവങ്ങൾ. അപ്പോൾ അതിൻ്റെ അകത്ത് കുട്ടികൾ പ്രധാനമായിട്ടും ഏറ്റവും ആദ്യം എഴുതുന്നത് മന്തിയുടെ കാര്യമാണ്, ഭക്ഷണത്തിൻ്റെ കാര്യമാണ്, ഭക്ഷണ വൈവിധ്യങ്ങളുടെ കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മ ഉണ്ടാക്കിയ ഭക്ഷണം, എനിക്ക് കിട്ടിയ പെരുന്നാൾ സമ്മാനങ്ങൾ, ഈ 2 കാര്യങ്ങളിൽ കൂടി കുട്ടികളെ സമൂഹത്തിൻ്റെ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ അത് വർക്കൗട്ട് ആവും എന്നുള്ളത് അറിയാം. ഞാൻ കൊടുക്കുന്നത്, മക്കളെ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ നിലനിൽക്കാൻ ആവശ്യമായ എന്തൊക്കെ വേണമെന്നുള്ളതിനൊരു ചർച്ച, എല്ലാവരും ഗ്രൂപ്പായിട്ടിരുന്നിട്ട് ഒരു ചർച്ച നടത്താമെന്ന് ചോദിക്കും. ഞാൻ കേന്ദ്രീയ വിദ്യാലയ പെരുങ്ങോ. സാർ, ഞാൻ ഇപ്പോൾ സാറ് നേരത്തെ ഇവിടെ ചോദിച്ച സമയത്ത് തന്നെ ആ ഒരു ഹെഡിങ്ങിൽ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് ചോദിച്ചപ്പം 2 രീതിയിലുള്ള മറുപടിയാണ് വന്നിട്ടുള്ളത്. അപ്പം നിലനിൽപ്പിന് നിലപാട് ആവശ്യമാണെന്നും നിലപാട് ആവശ്യമല്ല എന്നുള്ള രീതിയിലും 2 മറുപടി വന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ചോദ്യം ഒരു സംവാദത്തിന് പറ്റിയ രീതിയിലാണെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് നിലനിൽപ്പിന് നിലപാട് ആവശ്യമാണ്, ആവശ്യമല്ല എന്നൊരു ചോദ്യം ഉന്നയിച്ചുകൊണ്ട് ഒരു ഡിബേറ്റ് കോമ്പറ്റീഷൻ ക്ലാസ്സിൽ നടത്തും. അപ്പോൾ ഒരു 6-7 നല്ല പ്രവർത്തനം, നല്ല കയ്യടി നിങ്ങൾക്ക് നിങ്ങൾ തന്നെ കൊടുക്കണം. മികച്ച അധ്യാപകരാണ്, മികച്ച പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തിയ എല്ലാ പ്രവർത്തനങ്ങളും നല്ലതാണ്. 2ാമത്തെ പാഠം കുഞ്ചൻ നമ്പ്യാരുടെ ഗണപതി പ്രാതലാണ്.
പ്രധാനമായിട്ട് എത്ര തുള്ളലുണ്ട്? 3 എണ്ണമാണ് ഉള്ളത്. ഏതൊക്കെയാണ്? ഈ ഓട്ടൻ തുള്ളലും പറയൻ തുള്ളലും എന്താ അവ തമ്മിലുള്ളൊരു വ്യത്യാസം? ഒരു കുട്ടി ചോദിക്കുകയാണ്. എന്താ? മുഖത്തെഴുത്ത് മാത്രമല്ല, മുഖത്തെഴുത്തിന് ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. ആ, ഇവിടെ ടീച്ചർ പറഞ്ഞു, ഒരു പേരൂടെ പറഞ്ഞിട്ട്. രമ്യ, KV പയ്യന്നൂർ. ചടുലത കൂടിയതാണ് ഓട്ടംതുള്ളൽ എന്ന് പറയുന്നത്. പറയൻ തുള്ളലാണെങ്കിൽ പറഞ്ഞ് ഫലിപ്പിക്കലാണ് കൂടുതൽ വരുന്നത്. പിന്നെ വേഷത്തിലും അതിൻ്റെതായ വ്യത്യാസങ്ങൾ ഉണ്ട്. ആ പേരിൽ തന്നെ ഉണ്ട്. ഓടിത്തുള്ളുന്നത്, പറഞ്ഞു തുള്ളുന്നത്. അത് നിങ്ങൾ അത് ചിന്തിച്ചാൽ മതി. ഇനി ഓട്ടം തുള്ളൽ നിങ്ങൾക്ക് ഭക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു ഭാഗമാണ്. കുഞ്ചൻ നമ്പ്യാരുടെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. കുഞ്ചൻ നമ്പ്യാരുടെ എല്ലാ കൃതികളിലും പരിഹാസത്തിനൊപ്പം സദ്യയുടെ വർണ്ണന എങ്ങനെയും കടന്നു വരും. നിങ്ങൾ പാഠം ആരംഭിക്കാൻ പോകുന്നു. എങ്ങനെയായിരിക്കും ഈ ഗണപതി പ്രാതൽ നിങ്ങൾ തുടങ്ങാൻ പോകുന്നത്? ഇതുവരെ പറയാത്തൊരാൾ വേണം പറയാൻ. ടീച്ചർ ചിരിക്കാത്ത ടീച്ചറാണ്, ചിരിക്കണം ഹാപ്പി ആയിട്ട്. ടീച്ചർ, ഈ ഗണപതി പ്രാതൽ എങ്ങനെ തുടങ്ങും? അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണത്തെക്കുറിച്ച് ഞാൻ ആദ്യം ചോദിക്കും. പിന്നെ അതിനെക്കുറിച്ച്, ഭക്ഷണത്തെക്കുറിച്ച് ഒരു പാട്ടുണ്ടാക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും. അങ്ങനെ അവർ പാട്ട് എഴുതി തരുവാണെങ്കിൽ കുറച്ച് കുട്ടികളെ കൊണ്ട് പാടിക്കും ആദ്യം. ഭക്ഷണത്തെക്കുറിച്ച് ഒരു റഫീഖ് അഹമ്മദിന്റെ ഒരു പാട്ടുണ്ട് ഭക്ഷണത്തെക്കുറിച്ച്. ഏതാ? അല്ലല്ല, സിനിമ പാട്ടാണ്. അടിച്ചു പൊളിച്ച് പാടാൻ പറ്റിയ പാട്ട്. ചെമ്പാവ് പുന്നെല്ലിൻ ചോറ്. അത് പാടിയാരാ? സിനിമ പാടിയ പാട്ടുകാരിയുടെ പേരെന്താ? പുഷ്പാവതിയാണ് പാടിയത്. പുഷ്പവതി എന്ന് പറഞ്ഞിട്ട് കണ്ണൂർ ബേസ് ചെയ്ത നമ്മുടെ ആർട്ടിസ്റ്റ് ഉണ്ട്, അവരാണ് പാടിയത്. നമുക്കൊരു സമൂഹ സദ്യ എന്ന രീതിയിൽ കുട്ടികൾ ഓരോ വ്യത്യസ്ത വിഭവങ്ങൾ കൊണ്ടുവന്നിട്ട് ഷെയറിങ് ആവട്ടെ. 10, 15, 20 തരത്തിലുള്ള കറികൾ ഉണ്ടാകാം, പായസം ഉണ്ടാകാം. ഒരു ദിവസം സെലക്ട് ചെയ്തിട്ട് ക്ലാസ് റൂമിൽ സദ്യ ഒരുക്കാവുന്നതാണ്. പല വ്യത്യസ്ത വിഭവങ്ങൾ കൊണ്ടുവന്നിട്ട്. യൂസഫ് അലി കേച്ചേരി എഴുതിയ വേദം എന്ന കവിതയുണ്ട് സാർ. കുറച്ച് ഉമ്മ വിളമ്പിയ ചോറിനു മുന്നിൽ ഞാൻ ചുമ്മാ മുഖം കറുപ്പിച്ചിരുന്നു. ഉപ്പേരിയില്ല, കറിയില്ല, മീനില്ല, പപ്പടം വട്ടത്തിലാണു താനും. തന്നയൽ പക്കത്തെ ചോറ്റുപാത്രത്തിൻ്റെ പൊട്ടുപോലുള്ളൊരാ ചോന്നുള്ളി ചമ്മന്തി അത്രമാത്രം ഇല്ല വിശപ്പൻ. ദേഷ്യം കുറച്ചല്ല വന്നതെനിക്കപ്പോൾ, ദേഹമൊട്ടാകെ വിറച്ചിരുന്നു. അമ്മ എന്ത് ചെയ്യുന്നു? സ്കൂളിലേക്ക് പോകാൻ സമയത്ത് അവന് നല്ല ഭക്ഷണം കൊടുക്കുന്നില്ല. പക്ഷെ അവൻ വഴക്കുകൂടി പോയിട്ട് തിരിച്ചു വന്ന് കാണുന്ന എന്താ? പട്ടിണിക്കാരായ ആളുകൾക്ക് ആ അമ്മ വീടിൻ്റെ പിറകിൽ കഞ്ഞി വെച്ച് കൊടുക്കുന്നു. അങ്ങനെ അവൻ എന്ത് ചെയ്തു? അവൻ്റെ ചോറ് കൂടി അവർക്കുള്ള പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കുന്നു. ശരി, അത് നല്ലൊരു ഇനി വേറെ വ്യത്യസ്തമായത് ടീച്ചർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ടീച്ചർ പറയാൻ താല്പര്യമുണ്ടെന്ന് തോന്നുന്നു. ക്ലാസ്സിൽ ചോദിക്കാൻ, ഭക്ഷണത്തെ പറ്റി ചോദിക്കാൻ പറ്റിയ ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ എല്ലാവരും രാവിലെ എന്താണ് കഴിച്ചിട്ട് വന്നത്? അപ്പോൾ കുട്ടികൾ പറയുന്ന അഭിപ്രായങ്ങൾ നമുക്ക് ഓരോന്ന് ബോർഡിൽ രേഖപ്പെടുത്താം. അപ്പോൾ തന്നെ പല എത്ര മാക്സിമം 40 കുട്ടികളുണ്ടെങ്കിൽ 40-ൽ ഒരു 25 ഒരു ഭക്ഷണ പദാർത്ഥങ്ങളുടെ പേര് നമുക്ക് കിട്ടും. അങ്ങനെ പിന്നെ പലതരത്തിലുള്ള, അപ്പോൾ ഓരോ വീട്ടിലും ഓരോരുത്തർ എന്താണ് രാവിലെ ഭക്ഷണം കഴിച്ചതെന്ന് തിരിച്ചറിയാൻ പറ്റും. പിന്നെ ചില കുട്ടികൾ കഴിക്കാതെ വരുന്നവർ ഉണ്ട്. കുറച്ച് കുട്ടികളുടെ അവരുടെ സാഹചര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ചെമ്പാവ് പുന്നെല്ലിൻ ചോറോ, നിന്റെ മുത്താരം മിന്നുന്ന മുല്ലപ്പൂച്ചിരിയോ, തനതിന്തത്താനാതിന്തത്താനാതിന്തത്തിന്നോ, തനതിന്നത്താനാതിന്നത്താനാതിന്നത്തിന്തിന്നോ, തനതിന്നത്താനാതിന്നത്താനാതിന്നത്തിന്തിന്നോ, തനതിന്നത്താനാതിന്നത്താനാതിന്നത്തിന്തിന്നോ.
ചെമ്പാവ് പുന്നെല്ലിൻ ചോറോ നിന്റെ മുത്താരം മിന്നുന്ന മുല്ലപ്പൂ ചിരിയോ മുല്ലപ്പൂ ചിരിയോ തിന്നത്താന തിന്നത്താന തിന്ന തിന്തിന്നോ തന തിന്നത്താന തിന്തത്താന തിന്ത തിന്തിന്നോ. നമ്മൾ ആഹാരപ്രിയന്മാരെല്ലാവരും ആ പാട്ട് കേൾക്കുമല്ലേ? ഞാനും കേൾക്കും കേട്ടോ. ഞാൻ ഒരു ആഹാരപ്രിയനായതുകൊണ്ട് ഞാൻ നിരന്തരം കേൾക്കുന്ന പാട്ടുകളിലൊന്നാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പാട്ട് ഇവിടെ പറഞ്ഞത്. അപ്പം നമ്മൾ രണ്ടാമത്തെ യൂണിറ്റിൽ ഇപ്പം നമ്മളൊരു പ്രവർത്തനം ചെയ്തു അല്ലേ? എന്താണ് ചെയ്തത്? തലക്കെട്ടിനെ ഒന്ന് വിശദമാക്കി. ഒരുപക്ഷെ നമ്മൾ അത് ചോദ്യരൂപത്തിൽ കൊടുക്കുമ്പോൾ തലക്കെട്ടിൻ്റെ ഔചിത്യമെന്നോ, ഔചിത്യം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? ഉചിതമാണോ അല്ലേ? അവിടെ അനുയോജ്യമാണോ ഉചിതമാണോ? അങ്ങനെ ഒരു പ്രവർത്തനം കൊടുത്തുകൊണ്ട് നമ്മൾ ഈ യൂണിറ്റിലേക്ക് കിടക്കുന്നു. ഞാൻ ഒരു പ്രവർത്തനത്തിന് വേണ്ടി മാത്രമാണത് പറഞ്ഞത്. ഇനി നമ്മൾ ഗണപതി പ്രാതലിലേക്ക് വരുമ്പോൾ, കുഞ്ചൻ നമ്പ്യാരിലേക്ക് വരുമ്പോൾ, ഫലിതവും പിന്നെന്താ പരിഹാസവും അല്ലേ? അത് നമ്മൾ കുട്ടിയിലേക്ക് എത്തിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഈ കവിത വെച്ചുകൊണ്ട് ഈ തുള്ളൽ ഭാഗം വെച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുമോ? പറ്റും. അതിനുവേണ്ടി നമ്മൾ മറ്റെന്തൊക്കെ ചെയ്യും? ഗണപതി പ്രാതൽ നമ്മൾ പഠിപ്പിച്ചു അല്ലേ? പഠിപ്പിച്ചു. ഗണപതിയുടെ പ്രാതലിനെ കുറിച്ച് മനസ്സിലാക്കി. ഗണപതി സകലതും എടുത്ത് കഴിച്ചു ഇല്ലേ? കഴിച്ചില്ലേ? ആരാണോ സദ്യ കൊടുക്കാൻ വിചാരിച്ചത് ആ മനുഷ്യൻ അന്തം വിട്ട് നിൽക്കുകയാണ്. അപ്പം നമ്മൾ ഇതിനെ ഫലിതവും പരിഹാസവും ഒക്കെ വ്യക്തമാക്കാൻ നമുക്ക് എന്ത് പ്രവർത്തനം ഇവിടെ കൊടുക്കാം? വേറെ എന്ത് സഹായം തേടാം? എന്ത് ചെയ്യാം? ICT അങ്ങനെയല്ല ഞാൻ ചോദിച്ചു. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കുഞ്ചൻ നമ്പ്യാരുടെ തന്നെ എന്തുണ്ട്? മറ്റ് ഭക്ഷണ വിവരണങ്ങളുള്ള കൃതികൾ ഉണ്ട്. ഇപ്പോഴത്തെ സ്റ്റേറ്റ് 9ാം ക്ലാസ്സിൽ അത് നിങ്ങൾ ഓർമ്മിച്ച് വെച്ചിരുന്നാൽ മതി. ഒരു പാഠഭാഗമുണ്ട്, അതും സദ്യയാണ്, 16 വരി. അപ്പോൾ ആ പാഠം നമുക്ക് എന്ത് ചെയ്യാം? ഇതുമായിട്ട് ബന്ധപ്പെടുത്താം. നിങ്ങൾ അങ്ങനെ പരസ്പരം ബന്ധപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്യണം? കുട്ടികളെ കൂടുതൽ അതിലേക്ക് കൊണ്ടുവരണം, ഫലിതമായാലും അപ്പോൾ ഇനി കുഞ്ചൻ നമ്പ്യാരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയുണ്ട്. പുരാണമാണ് പറയുന്നത്, പക്ഷെ അത് എവിടെ നടന്നതായിട്ട് നമുക്ക് തോന്നും? അമ്പലപ്പുഴയോ തിരുവനന്തപുരത്തോ നടന്നതായിട്ട് തോന്നും അല്ലേ? അമ്പലപ്പുഴയോ തിരുവനന്തപുരത്തോ നടന്നതായിട്ടാണ് തോന്നുന്നത്. ഭീമൻ അമ്പലപ്പുഴയിൽ കൈലി കൊടുത്തുകൊണ്ട് നിൽക്കുന്നതായിട്ട് തോന്നും. അതാണ് കുഞ്ചൻ നമ്പ്യാരുടെ പ്രത്യേകത. അപ്പോൾ നമ്മൾ അത്തരത്തിലേക്ക് കുട്ടിയെ എന്ത് ചെയ്യണം? കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കണം. ഇനി അടുത്ത പാഠം മുഖവുര വേണ്ട. ആരുടെയാണ്? ബഷീറിൻ്റെയാണ്. ബഷീറിനെ കുറിച്ച് നമ്മൾ കുട്ടിക്ക് ഒരു ബോധം നൽകാൻ, ഒരു പ്രവർത്തനം കൊടുക്കാൻ നിങ്ങൾ എന്ത് ചെയ്യും? ഒന്ന് പറയൂ ഒരാൾ. ബഷീറിന് ചില പ്രത്യേകതകളുണ്ട്. എന്താണ്? ബഷീറിൻ്റെ ഭാഷ. അപ്പം നമുക്കൊരു പ്രവർത്തനം കൊടുക്കണേ നമ്മൾ എന്താ ആദ്യം? ഒന്ന് കുറിക്കൂ. ബഷീർ, വൈക്കം മുഹമ്മദ് ബഷീറിനെ പഠിപ്പിക്കാൻ പോകുന്നു. നമ്മുടെ മുമ്പിൽ കുട്ടികളിരിപ്പുണ്ട്. നമ്മൾ എന്തായിരിക്കും കൊടുക്കുന്നത് ബഷീറിനെ സംബന്ധിച്ച്? ഞാൻ ബഷീറിൻ്റെ കുറച്ച് കൃതികൾ വായിച്ച് കേൾപ്പിക്കും. അതായത് കുറച്ച് ഭാഗങ്ങൾ, പല കൃതികളുടെ കുറച്ച് ഭാഗങ്ങൾ വായിച്ച് കേൾപ്പിച്ചിട്ട് അതിൻ്റെ ഭാഷാപരമായിട്ടുള്ള പ്രത്യേകതകൾ, അതായത് ആ ഒരു പ്രാദേശിക ഭാഷയുടെ ആ ഒരു പ്രത്യേകതകളെ കുറിച്ചൊന്ന് ചർച്ച ചെയ്ത് ഒരു കുറിപ്പ് തയ്യാറാക്കാൻ ഒന്നും എത്ര. അപ്പോൾ അവർ തീർച്ചയായും പറയും 2. ഞാൻ പറയും ബഷീർ പറഞ്ഞത് അങ്ങനെയല്ല, ഇമ്മിണി ബല്യ ഒന്ന്. ഈ ഒരു പ്രയോഗം നമ്മുടെ ഭാഷയിൽ ഈ പ്രയോഗിച്ചിരിക്കുന്നത് മറ്റാർക്കും പ്രയോഗിക്കാം, വേറൊരു ഭാഷയിലും ഇതിങ്ങനെ പ്രയോഗിക്കാൻ പറ്റില്ല. ഇമ്മിണി ബല്യ ഒന്ന് എന്ന് വേറൊരു ഭാഷയിലും പ്രയോഗിക്കാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ ഭാഷയുടെ പ്രത്യേകതകളിലൂടെ ബഷീറിലേക്ക് എത്താം. ബഷീറിൻ്റെ കൃതികൾ സിനിമകളായിട്ടുണ്ട്. അതിൽ ചില സിനിമകളുടെ എല്ലാം ഭാഗങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് അവർക്ക് കാണിച്ചു കൊടുക്കും. എന്നിട്ട് ഇത് ഒരു പ്രധാന എഴുത്തുകാരൻ്റെയാണ്, ഇത് ആരുടെയാണെന്ന് കണ്ടുപിടിച്ചുകൊണ്ട് വരാനായിട്ട് നിർദ്ദേശം കൊടുക്കുക. അതിൽ ബഷീർ ദിനത്തിൽ നമ്മൾ ചെയ്ത വർക്കുകൾ അസംബ്ലിയിൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് കുട്ടികളോടൊരു കുറിപ്പ് തയ്യാറാക്കാൻ പറയും. പിന്നെ അതിനുശേഷം കുട്ടികൾക്ക് ഗ്രൂപ്പുകളായി തിരിച്ചിട്ട് അവർക്ക് ബഷീറിലെ കുറച്ച് കഥാപാത്രങ്ങളുടെ കുറച്ച് കട്ടിങ്സ് കൊടുത്ത് അത് അവതരിപ്പിക്കുക, നല്ല ഭംഗിയായുള്ള ഇതിൽ അവതരിപ്പിക്കാൻ വേണ്ടി പറയും. അപ്പോൾ IT സാധ്യതയൊക്കെ ഇവിടെ വന്നു. എന്തായാലും ഞാൻ അതാണ് നോക്കിയത്. അപ്പോൾ ടീച്ചർ IT കൊണ്ടുവന്നിട്ടുണ്ട്. സാറ് വ്യത്യസ്തമായിട്ട്
വരച്ചതൊന്നുമല്ല. വൈക്കം മുഹമ്മദ് ബഷീർ നേരിട്ട് വരുന്ന ഒരു ഡോക്യുമെൻ്ററി ഉണ്ട്, ബഷീർ ദ മാൻ. അതിൽ നമുക്ക് ഇമ്മിണി ബല്യ ഒന്ന് എന്ന് പറഞ്ഞ പാഠഭാഗത്തിലായിട്ട് ബന്ധപ്പെട്ട 2 ആക്ടിവിറ്റിക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. അതിൽ നറേഷൻ ബഷീർ തന്നെയാണ്. മജീദിനോട് കുട്ടിക്കാലത്ത് അധ്യാപകൻ ചോദിച്ചപ്പോൾ ഒന്ന് കൂട്ടിയാൽ എത്ര ഇമ്മിണി ബല്യ എന്ന് പറഞ്ഞപ്പോൾ അതിൽ വലിയൊരു ലോകതത്വം ഉണ്ട് എന്ന് ബഷീർ നേരിട്ട് പറയുന്ന സംഭവമാണ്. അത് ബഷീറിൻ്റെ അരികിലൂടെ ഒഴുകുന്ന മൂവാറ്റുപുഴ 2 ആറായിട്ട് ഒഴുകുകയും അത് ഒരു പുഴയായിട്ട് മാറുകയും ചെയ്യുന്ന വലിയൊരു തത്വം ബഷീർ തന്നെ നേരിട്ട് അവതരിപ്പിക്കുന്നുണ്ട് ആ ഡോക്യുമെൻ്ററിൽ. അത് വേണമെങ്കിൽ അതിൻ്റെ കഷ്ണം എടുത്തിട്ട് കാണിച്ചു കൊടുക്കാം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അതിലെ പാത്തുമ്മയും അതുപോലെ ബഷീറിൻ്റെ സ്വന്തം സഹോദരന്മാർ ഈ ബഷീർ ദമാൻ എന്ന് പറഞ്ഞ ഡോക്യുമെൻ്ററിയിൽ കഥാപാത്രങ്ങളായിട്ട് നേരിട്ട് ലൈവായിട്ട് വരുന്നുണ്ട്. ഇത്രയും സംഭവങ്ങളിലൂടെ വേണമെങ്കിൽ പാത്തുമ്മയെ നേരിട്ട് കൊണ്ട് അപ്പോൾ ചോദിക്കുകയാണ്, ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ ചോദിക്കുകയാണ്, പാത്തുമ്മ ഇപ്പോൾ ആടൊന്നുമില്ലേ? അപ്പോൾ ബഷീർ ചോദിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചോദ്യങ്ങളിലൂടെ കഥാപാത്രങ്ങളോട് ബഷീർ നേരിട്ട് സംവദിക്കുന്ന രീതിയിലാണ് ആ ഡോക്യുമെൻ്ററി വരുന്നത്. അത് ഏറ്റവും നല്ലൊരു ഇതായിരിക്കും. ടീച്ചർ വീണ്ടും ഇടപെടുന്നു. ചില ശബ്ദങ്ങളിലൂടെ പോലും വലിയ ആശയപ്രപഞ്ചത്തെ തന്ന, ജീവിതാനുഭവ പരിസരങ്ങൾ തന്ന എഴുത്തുകാരനാണ്, വിശ്വവിഖ്യാതനായ എഴുത്തുകാരനാണ് ബഷീർ എന്ന് ക്ലാസ്സിൽ പറയുകയും, അതായത് ആ ശബ്ദങ്ങൾ ക്ലാസ്സിൽ പരിചയപ്പെടുത്തി എക്സാമ്പിളായിട്ട് ഞുളുഞ്ഞുള്, ഗുമുഗുമുഗുമ എന്നൊക്കെയുള്ള പെപ്പെ ഇങ്ങനെയുള്ള ശബ്ദങ്ങൾ പറഞ്ഞ് അത് അവരെ കൊണ്ട് ചെയ്യിക്കുകയും ഈ ശബ്ദത്തിന് നമുക്ക് തന്ന മലയാള സാഹിത്യത്തിലേക്ക് ഈ ഒരു ശബ്ദം തന്ന ഉടമ, അതായത് വ്യക്തി ആരാണ് എന്ന് അവരോട് കണ്ടെത്തുകയും ആ കൃതി കണ്ടെത്തി ക്ലാസ്സിൽ ഒന്ന് വായിക്കാനായിട്ട് അല്ലെങ്കിൽ കണ്ടെത്തി കൊണ്ടുവരാനായിട്ടുള്ള ഒരു പ്രവർത്തനം കൂടി നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇനി എൻ്റെ ഒരു ചോദ്യമാണ്, ബഷീറിൻ്റെ ഒരു കഥാപാത്രമുണ്ട് ആനവാരി രാമൻ നായർ. ആനവാരി രാമൻ നായർക്ക് ആ പേര് കിട്ടാനുള്ള സംഭവകഥ എന്താണ്? അറിയാമെന്നുള്ള ആൾ ടീച്ചർ ഒന്ന് പറയൂ. രാമൻ നായർ എന്ന് പറയുന്നത് വളരെ രസകരമായൊരു കഥാപാത്രമാണ്. അദ്ദേഹം എവിടെ ആരുടെ ഇത് എന്ത് കണ്ടാലും വാരിക്കൊണ്ട് പോകുന്നൊരു വ്യക്തിയാണ്. അങ്ങനെ പുള്ളിക്കാരൻ അവിടെ കറുത്ത എന്തോ കിടക്കുന്ന കണ്ടിട്ട് പോയി വാരുന്നതാണ്. പക്ഷെ അത് ശരിക്കും ഒരു ആനയായിരുന്നു. സംഗതി ആനവാരി രാമൻ നായർ വള്ളത്തിൽ ചാണകം എന്ന് വെച്ചാണ് വരുന്നത്. കൂടിക്കിടക്കുന്ന ചാണകം രാത്രി മോഷ്ടിക്കാൻ വരുന്നതാണ്. കൂടെ വരുന്ന ആരാണ്? ആനവാരിക്കൊപ്പം ചാണകം വാരാൻ വരുന്ന മറ്റൊരു കഥാപാത്രമുണ്ട്. ആരാ? പൊൻകുരിശ് തോമ. ടീച്ചർ പറഞ്ഞ പോലെ അമ്മട്ടി വെച്ച് ആദ്യത്തെ വെട്ടിയത് ആനയുടെ പിന്നിലാണ്. ആന ഒരു ചവിട്ട് ചവിട്ടി വെള്ളത്തിൽ മറിഞ്ഞു വീണു. അങ്ങനെയാണ് രാമൻ നായർക്ക് എന്ത് പേര് കിട്ടുന്നത്? ആനവാരി രാമൻ നായർ എന്ന പേര് കിട്ടുന്നത്. അപ്പോൾ അടുത്ത പാഠം PV ഗംഗാധരൻ്റെ പുകമറയ്ക്കപ്പുറം കാണുന്നതാണ്. പഠിപ്പിച്ച എത്ര ഇത് വായിച്ചിട്ടുണ്ടല്ലോ, അറിയാമല്ലോ കാര്യം ഇല്ലേ? എന്താണ് ആ പാഠഭാഗത്തിൻ്റെ ആശയം? ആർക്കെങ്കിലും പറയാമോ? പുസ്തകം വായിച്ചവർക്ക്? വായിച്ചില്ല? ആരും ഇല്ല. ലഹരിയുമായി ബന്ധപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് അതാണ് ആ പാഠഭാഗത്തിൽ പറയുന്നത്. ഒരുപക്ഷെ ഈ പാഠഭാഗത്ത് നമുക്ക് വളരെ ക്രിയാത്മകമായി വർത്തമാനകാലവുമായി യോജിപ്പിച്ച് നമുക്ക് ക്ലാസ്സുകളിൽ കുട്ടികളെ പഠിപ്പിക്കാൻ കഴിയുന്ന ഒരു പാഠഭാഗമാണ്. എന്താണ് അതിൻ്റെ കാരണം? വർത്തമാനകാലത്ത് കുട്ടികളെല്ലാം തന്നെ അല്ലെങ്കിൽ പുതിയ തലമുറയിൽ പലരും ലഹരിയുടെ ഭാഗത്തേക്ക് സഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ രോഗം പിടിപെട്ട കുട്ടിയാണ്. ആശുപത്രിയിൽ എത്തിയിട്ട് പോലും ഈ കുട്ടി എന്ത് ചെയ്യുന്നില്ല? ചെറുപ്പക്കാരൻ ലഹരി ഉപയോഗം അവസാനിപ്പിക്കുന്നില്ല. PV ഗംഗാധരൻ ഡോക്ടർ ഒടുവിൽ ലഹരിയൊക്കെ അവസാനിപ്പിക്കുന്നതാണ് അതിൻ്റെ ഒരു ആശയമെന്ന് പറയുന്നത്. അപ്പോൾ ഈ പാഠഭാഗത്തെ നമുക്ക് എങ്ങനെ ക്ലാസ്സിൽ വിനിമയം ചെയ്യാം? ഇത്രയും നേരം സംസാരിക്കാത്തൊരു ടീച്ചറുണ്ട്. ടീച്ചർ പറയും. ഞാൻ സുലൈഹ, ലക്ഷദ്വീപിൽ നിന്നാണ്. കവർത്തി. അപ്പോൾ അവിടെ ഇപ്പോൾ ലാംഗ്വേജ് നല്ല പ്രശ്നമുണ്ട്. മലയാളം നല്ല സംസാരിക്കുന്നേ, ജസരി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആദ്യം അത് പറഞ്ഞിട്ട് പിന്നെ അവർ മലയാളത്തിലേക്ക് പറയിപ്പിക്കലാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പുറമെയാണ് ബാക്കി കാര്യങ്ങൾ. ഇത് ആദ്യത്തെ. അപ്പോൾ ഇല്ല കേട്ടാൽ മനസ്സിലാവും, പക്ഷെ അവർക്ക് പറയാനൊന്നും അറിയില്ല. അപ്പോൾ അവർ നമ്മളെ ഭാഷയിൽ ഇപ്പോൾ പെരുന്നാൾ കഴിഞ്ഞ് വന്നപ്പോൾ അനുഭവം അവരെ കൊണ്ട് ഇപ്പോൾ മുമ്പിലേക്കൊന്നും വന്നവർക്ക് മലയാളം അറിയാത്തതുകൊണ്ട് പറയിക്കാൻ പറയാനാ
മുരുകൻ കാട്ടാക്കാട് സാറ് ഏറ്റവും അറിയപ്പെടേണ്ട മലയാളത്തിലെ ഒരാളാണ്. പക്ഷെ മലയാളം വന്നു ഫുള്ള് ഇവിടെ ഇപ്പോൾ പറഞ്ഞിട്ടാണ് മലയാളം വന്നത്. അല്ലാതെ പറയാം സാർ എന്തൊക്കെയാണെന്നുള്ളത് ജസരിയിൽ പറയാം. ഞാൻ നാട്ടിൽ നിന്ന് ഇല്ല നാക്ക് ഒരു പ്രോഗ്രാം ഉണ്ടായിന്. അങ്ങനെ നാട്ടുണ്ട് കരക്ക് പരിപാടിയൊന്നുണ്ടായിന്. അപ്പോൾ പക്ഷേ ഈ പ്രോഗ്രാമിന് എത്തണമെങ്കിൽ സൺഡേ 13-ാം തീയതിയാണുള്ളേ. പക്ഷെ അവിടെയുണ്ട് ഒരിക്കലും ഇത്ര ഈ ദിവസത്തും ഒപ്പിച്ച് ഇവക്കെല്ലാം ശനി ഞായർ വന്നാൽ മതി. നമുക്ക് ഒരിക്കലും അത്ര നേരത്തെ വരുവാൻ കഴിയാം. അപ്പോൾ ഷിപ്പിൻ്റെ പ്രോഗ്രാം നോക്കിയോടെ അങ്ങനെ നോക്കി വേണ്ടതൊക്കെ 9-5-ാം തീയതി ഷിപ്പിന് ടിക്കറ്റ് എടുത്ത് വരേണ്ടി വന്നെ. പിന്നെ ഇവിടെ ഇത്രയും ദിവസം 10-15 ദിവസം വേണം തിരിച്ച് നാടെത്താം. അപ്പോൾ ബാക്കി എക്സ്പെൻസും കാര്യങ്ങളും അതൊന്നും നോക്കുമല്ലോ. ഈ ക്ലാസ് ഇത്രക്കും ബാക്കി മലയാളം പറയട്ടെ, ഇത്രക്കും നല്ല ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും റിസ്ക് എടുത്ത് വന്നത്. ലിപിയില്ല. ഒരു ദ്വീപിൽ മാത്രം മഹൽ സംസാരിക്കുന്ന ഒരു ദ്വീപുണ്ട്, അവിടെ മാത്രമാണ് ലിപി ഉള്ളത്. സ്കൂളിൽ ഇല്ല, ഭാഷ ഒന്നുമില്ല അവിടെ. ഫുൾ മലയാളം. അല്ലെങ്കിൽ ഇപ്പോൾ കെവിയിലാവുമ്പോൾ ഇംഗ്ലീഷ്. അവിടെ ഏറ്റവും ബുദ്ധിമുട്ട് വന്നി ഇംഗ്ലീഷും ഹിന്ദിയും മാത്രമേ അവർക്കറിയൂ, മലയാളം സംസാരിച്ചിട്ടില്ല. ജസരി ലക്ഷദ്വീപ് ഭാഷ ജസരി എന്നാണ്. കുറേ കേൾക്കുമ്പോൾ കുറേ വാക്കുകളൊക്കെ സാമ്യമുണ്ട്. ടീച്ചറുടെ മനോഹരമായ പ്രസംഗം കേട്ട് നമുക്കൊന്നും മനസ്സിലായില്ല എന്നുള്ളതാണ്. ടീച്ചർ നന്നായിട്ട് പ്രസംഗിച്ചു, സന്തോഷം. ഒരു കയ്യടി ടീച്ചർക്ക് കൊടുക്കണം. അടുത്ത യൂണിറ്റിലേക്ക് പോകാം. നമുക്ക് 3ലേക്ക് പോകാം. 3ാമത്തെ യൂണിറ്റ് ഓണമുറ്റത്ത്. വൈലോപ്പിള്ളി ശ്രീധരമേനോനെ കുറിച്ച് എല്ലാവർക്കും അറിയാം അല്ലേ? ഓണത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് കേരളത്തിലെ ആഘോഷങ്ങളെക്കുറിച്ച് ഏറ്റവും ശ്രദ്ധേയമായൊരു കവിതയാണ് ഓണമുറ്റത്ത്. എങ്ങനെയാണ് ആ കവിത തുടങ്ങുന്നത്? ഈ മലനാട്ടിൻ വായുവിലുണ്ടൊരു മധുരോദാര വികാരം, മഞ്ഞാൽ ഈറനുടുത്തൊരു പാവനഭാവം. മഴ കൊണ്ടാലും പാവം തുമ്പകൾ മലരിൻ കൂട നിറച്ചു വിറച്ചി നിൽക്കുകയാണി മേടുകൾ തോറും. പിന്നെ അടുത്ത വരി പാടൂ. പല പൂക്കളെ കുറിച്ച് പറയുന്നുണ്ട്. മലരിൻ കൂട നിറച്ചു വിറച്ചേ നിൽക്കുകയാണീ മേടുകൾ തോറും. ഓക്കെ ശരി. അപ്പം നമ്മൾ ആഘോഷങ്ങളെ കുറിച്ചാണ് ആ പാഠഭാഗത്ത് അഭിസംബോധന ചെയ്യുന്നത്, ഇല്ലേ? അപ്പൊ ആ പാഠഭാഗം നമ്മൾ വിനിമയം ചെയ്യുമ്പോൾ ആഘോഷങ്ങൾ എങ്ങനെയാകണമെന്നാണ് കുട്ടിയോട് പറയേണ്ടത്? എങ്ങനെ ആയിരിക്കണം? ഇപ്പൊ ടീച്ചർ പറഞ്ഞ പോലെ മലപ്പുറത്ത് എന്തുണ്ട്? പെരുന്നാളുണ്ട്, അല്ലേ? അപ്പം നമ്മൾ എങ്ങനെ ആയിരിക്കണം ആ പാഠഭാഗം അഭിസംബോധന ചെയ്യുമ്പോൾ? കേരളത്തിലെ ആഘോഷങ്ങളെക്കുറിച്ച് കുട്ടിയോട് പറയുമ്പോൾ നമ്മൾ സ്വീകരിക്കേണ്ട ഒരു മാതൃക എന്തായിരിക്കണം? ഒന്ന് കുറിക്കാവോ? കേരളത്തിലെ ആഘോഷങ്ങൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നൊന്ന് കുറിക്കൂ. ഇഷ്ടമുള്ള രീതിക്ക്. നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞതൊക്കെ ബോധ്യപ്പെട്ടെന്ന് തോന്നുന്നു, അല്ലേ? കുട്ടിയിലേക്ക് ഓണമുറ്റത്ത് പഠിപ്പിക്കുമ്പോൾ എത്തിച്ചേരേണ്ട ഒരു സന്ദേശമുണ്ട്. ഓണത്തെക്കുറിച്ചല്ല ആ സന്ദേശം, അല്ലേ? എന്തായിരിക്കണം നമ്മൾ ലക്ഷ്യമിടേണ്ടത്? ഓണൊക്കെ ആകുമ്പോഴത്തേനും നമ്മുടെ മുസ്ലിം ഫാമിലിയിൽ നിന്ന് ആൾക്കാർ വരും. പെരുന്നാളാകുമ്പോൾ നമ്മൾ ഹിന്ദുസ് അങ്ങോട്ട് പോകും. പിന്നെ പുറമേ നോക്കുമ്പോൾ മലപ്പുറക്കാർ ഭയങ്കര ജാതിയുടെ വരും, ആക്രമകാരികളാണ്, അങ്ങനത്തെ ഒരു അഡ്രസ്സാണ്. പക്ഷെ ഞങ്ങളുടെ പ്രദേശത്ത് നിൽക്കുമ്പോൾ നമുക്ക് അവിടെ മതത്തിൻ്റെ ഒരു വ്യത്യാസവും ഇല്ല. ഞങ്ങൾ ഭയങ്കര സ്നേഹമായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ ഞാൻ ചോദിക്കും കുട്ടികളോട്, നിങ്ങളെ വീട്ടിലേക്ക് ആഘോഷങ്ങളിലേക്ക് ആരൊക്കെയാണ് വരല്? നമ്മൾ എങ്ങനെയാണ് നമ്മൾ ആഘോഷിക്കുന്നത്? പിന്നെ നമ്മൾ എന്തൊക്കെ ആഘോഷങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാം? ആ പ്രാദേശിക ആഘോഷങ്ങളെക്കുറിച്ച് ഒന്ന് പറയാൻ പറയും. എൻ്റെ പേര് ശ്രീഷ്മ. ഞാൻ KV രാമവർമ്മപുരാണ്. കുട്ടികളുടെ അടുത്ത് അവരെ ഓണാഘോഷം എങ്ങനെയാണ് നിങ്ങൾ ആഘോഷിക്കാറ് എന്ന് ചോദിക്കാം. ഞാൻ ചെറുപ്പത്തിൽ എങ്ങനെയാണ് ആഘോഷിച്ചിരുന്നത്, ഇപ്പോൾ ഞാൻ എങ്ങനെയാണ് ആഘോഷിക്കുന്നത് എന്നുള്ള വ്യത്യാസങ്ങൾ പറയാം. കുറേ കൂടെ അതിൻ്റെ കോറിലേക്ക്, കേന്ദ്രത്തിലേക്ക് ലക്ഷ്യമിടണമെന്നാണ് ഞാൻ പറഞ്ഞത്. ടീച്ചർ കുറച്ചെത്തി, ടീച്ചർ വേറൊരു ലൈനിൽ പോയി, കുഴപ്പമില്ല. നിങ്ങളുടെ നാട്ടിൽ, നിങ്ങളുടെ പ്രദേശത്ത്
നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്ന, ഇപ്പോൾ പെരുന്നാളാണെങ്കിൽ പെരുന്നാൾ, ആ ആഘോഷവും അത് സംബന്ധിച്ച നിങ്ങളുടെ അനുഭവം പറയും. പിന്നെ അതുമായിട്ട് ബന്ധപ്പെടുത്തി നിങ്ങൾ ആ ദിവസം ഏതൊക്കെ രീതിയിലാണ്, ഇപ്പോൾ കൂട്ടുകാരൊക്കെ കൂടി ഒരുമിച്ചാണോ പോകുന്നത്, ഒരുമിച്ചാണോ കളിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിയും. നമ്മളെല്ലാവരും ഒന്നാണ്. ആഘോഷം നമുക്ക് ആഘോഷിക്കാനുള്ളതാണ്. ഇല്ലാത്തവനും ഉള്ളവനും ഒരുമിച്ച് ആഘോഷിക്കണം. സന്തോഷം പ്രദാനം ചെയ്യുന്നതാണ് ആഘോഷം. അപ്പോൾ എല്ലാവരും ആഘോഷങ്ങളിൽ ഒത്തുകൂടണം. പഴയ കാലത്തെ ആ ഒരു കൂട്ടായ്മയെക്കുറിച്ച് പറയും. അതായത് മാവേലി നാടുവാണെന്ന ആ കാലത്തെക്കുറിച്ച് കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുത്തുകൊണ്ട്. ടീച്ചർ പറഞ്ഞുകൊണ്ടാണ്, അതിനിടയ്ക്കൊരു ചോദ്യമാണ്. ഈ മാവേലി നാടുവാണിയിടും കാലം, നമ്മൾ പാടുന്നൊരു പാട്ടുണ്ടല്ലേ, അതൊരു പുസ്തകത്തിൽ നിന്നെടുത്ത വരികളാണ്. ഏത് പുസ്തകത്തിൽ നിന്ന്? അതൊരു പുസ്തകത്തിലെ വരിയാണ്. ഒരു പുസ്തകത്തിൻ്റെ പല ഭാഗത്തുള്ള വരികൾ കൂട്ടിച്ചേർത്താണ് നമ്മൾ ഇപ്പോൾ പാടുന്നത്. ഏത് പുസ്തകത്തിൽ നിന്നാണ് ആ പാട്ട് എടുത്തിട്ടുള്ളത്? അല്ല, അത് ആരെഴുതി എന്നുള്ളത് ഇതുവരെ കൃത്യതയില്ല. ആ ഏത് പുസ്തകം? കേരള യൂണിവേഴ്സിറ്റി പുസ്തകം ഇറക്കിയിട്ടുണ്ട് കേട്ടോ. മാവേലി ചരിതം എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്, കുറിച്ചു വയ്ക്കണം. മാവേലി ചരിതം. ആ പുസ്തകത്തിലുള്ള വരികളാണ്. ലോകം കണ്ട ആദ്യത്തെ ജനാധിപത്യവാദിയാണ് ആര്? മാവേലി ഇല്ലേ? മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്നാണ് പറഞ്ഞത്. പിന്നെന്താ പറഞ്ഞത്? നമുക്ക് ആമോദത്തോടെ വസിക്കും കാലം. ലോകം കണ്ട ആദ്യത്തെ ജനാധിപത്യ മതേതര വിശ്വാസിയാണ് മാവേലി. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഓണമുറ്റത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ടീച്ചർ കുറച്ചൊക്കെ എത്തി. എന്താ നമ്മൾ ജനാധിപത്യത്തെക്കുറിച്ച്, ആഘോഷങ്ങളുടെ ജനാധിപത്യം, ആഘോഷങ്ങളുടെ മതേതരത്വം, അതിനെക്കുറിച്ച് അഭിസംബോധന ചെയ്യാൻ നമുക്ക് കഴിയണം. കാരണം ടീച്ചർ മലപ്പുറത്താണ് പഠിപ്പിക്കുന്നത് അല്ലേ? അവിടുത്തെ കുട്ടിക്ക് പെരുന്നാളായിരിക്കും പ്രധാന ആഘോഷം. പക്ഷേ മറ്റൊരു ജില്ലയിൽ തൃശ്ശൂർ ചെല്ലുമ്പോൾ വിഷുവും ദീപാവലിയും ആഘോഷിക്കും. അപ്പം നമ്മൾ അധ്യാപകരെന്നുള്ള നിലയിൽ ആഘോഷങ്ങളുടെ ജനാധിപത്യത്തെക്കുറിച്ചും ആഘോഷങ്ങളുടെ മതേതരത്വത്തെക്കുറിച്ചും എന്ത് ചെയ്യണം? അഭിസംബോധന ചെയ്യാൻ തയ്യാറായിരിക്കുക എന്നുള്ളതാണ്. ഇനി അടുത്ത പാഠം ബാബു ഭരദ്വാജിൻ്റെ ഒരു അനുഭവക്കുറിപ്പ് പോലെ എഴുതിയ ഡിസംബറിലെ നക്ഷത്രങ്ങൾ, അതുപോലെ CV ബാലകൃഷ്ണൻ്റെ കുളിരെന്ന കഥ, ഇടശ്ശേരിയുടെ കറുത്ത ചട്ടിച്ചികൾ. നിങ്ങൾ ഏറ്റവും നന്നായി ഒന്ന് വർക്ക് ചെയ്ത് പഠിപ്പിക്കേണ്ട പാഠമാണ് ഏത്? കറുത്ത ചട്ടിച്ചികൾ. നിങ്ങളത് നന്നായിട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് നമുക്കിപ്പോൾ അറിയാം നമ്മുടെ കേരളത്തിൽ എവിടെ നിന്നൊക്കെ തൊഴിൽ തേടി ആളുകൾ വരുന്നു ഇല്ലേ? അതുപോലെ പണ്ടുണ്ടായിരുന്ന ഇടശ്ശേരിയുടെ ആ കാലത്തുണ്ടായിരുന്ന ഒരു തൊഴിലിന് വേണ്ടിയുള്ള കേരളത്തിലേക്കുള്ള വരവ്, ആ വരവിനെ അഭിസംബോധന ചെയ്യുന്ന പാഠമാണ്. പക്ഷെ ഇന്നായിരുന്നെങ്കിൽ ഈ പേരിടാൻ പറ്റുമോ ആ പാഠത്തിന്? മുരുകൻ സാറേ പറ്റുമോ? നിങ്ങൾക്ക് തോന്നണ പറ്റുമോ? എന്തുകൊണ്ടാ? ഏത് സിനിമയ്ക്കായി ഇപ്പൊ ഇനിഷ്യൽ ഇട്ടത്? എന്നിട്ട് വി ജാനകി എന്നാ? ആരാ? ഒരാൾ കേസ് കൊടുത്തിട്ടുണ്ട് സെൻസർ ബോർഡിനെതിരെ, ഒരു റൈറ്റ് ടു ഇൻഫർമേഷൻ. എന്താ കൊടുത്തത്? ദൈവങ്ങൾ എത്ര ഉണ്ടെന്നുള്ള എണ്ണം തരാനാ പറയാം. അങ്ങനെ ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ കറുത്ത എന്ന പ്രയോഗം ഇപ്പോഴാണെങ്കിൽ പേരിടാൻ പറ്റില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 3 പാഠപുസ്തകം ഇപ്പം സ്കൂളിൽ പുതുതായിട്ട് വന്നു. ഞാൻ 3ലും പങ്കെടുത്താണ്. ചില പാഠങ്ങൾ നമുക്ക് പേര് കൊണ്ടുപോലും വയ്ക്കാൻ പറ്റൂല. ഒരു വാക്ക് നല്ല എഴുത്തുകാരായിരിക്കും, വയ്ക്കാൻ പറ്റൂല. ഇതോ പുറകെ ഇരിപ്പുണ്ട് മലയാളത്തിലെ പ്രശസ്തനായ കവി. അദ്ദേഹത്തിൻ്റെ പുസ്തകമൊക്കെ പല പരിഗണനയ്ക്ക് വന്നാണ്. സാറിൻ്റെ പ്രശസ്തമായ കവിത ഏതാണ്? മുരുകൻ സാറിൻ്റെ കന്നഡ. ആർക്കറിയാം? 2 വരി അത് ചൊല്ലിയേ പറ്റൂ. മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. നമസ്കാരം. ശ്രീ മുരുകൻ കാട്ടാക്കടയുടെ കന്നഡ എന്ന കവിതയിലെ ഏതാനും വരികൾ. എല്ലാവർക്കും തിമിരം, നമ്മൾക്കെല്ലാവർക്കും തിമിരം, മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം.
രക്തം ചിതറിയ ചുവരുകൾ കാണാം, അഴിഞ്ഞ കോപ്പുകൾ കാണാം, കത്തികൾ വെള്ളിടി വെട്ടും നാദം, ചില്ലുകൾ ഉടഞ്ഞു ചിതറും നാദം, പന്നി വെടിപ്പുക പൊന്തും തെരുവിൽ പാതിക്കാൽ വിറ കൊള്ളുവതു കാണാം, ഒഴിഞ്ഞ കൂരയിൽ ഒളിഞ്ഞിരിക്കും കുരുന്നു ഭീതി കണ്ണുകൾ കാണാം, മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. എല്ലാവർക്കും തിമിരം, നമ്മൾക്കെല്ലാവർക്കും തിമിരം, മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. എല്ലാവർക്കും തിമിരം, നമ്മൾക്കെല്ലാവർക്കും തിമിരം, മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. രക്തം ചിതറിയ ചുവരുകൾ കാണാം, അഴിഞ്ഞ കോപ്പുകൾ കാണാം, രക്തം ചിതറിയ ചുവരുകൾ കാണാം, അഴിഞ്ഞ കോപ്പുകൾ കാണാം, കത്തികൾ വെള്ളിടി വെട്ടും നാദം, ചില്ലുകൾ ഉടഞ്ഞു ചിതറും നാദം, പന്നി വെടിപ്പുക ചിതറും തെരുവിൽ പാതിക്കാൽ വിറ കൊള്ളുവതു കാണാം. എല്ലാവർക്കും തിമിരം, നമ്മൾക്കെല്ലാവർക്കും തിമിരം, മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു കണ്ണടകൾ വേണം. അഞ്ചാമത്തെ യൂണിറ്റിൽ സച്ചിദാനന്ദൻ, ജോൺസി ജേക്കബ്, ONV. ONVയുടെ ഭൂമിക്കൊരു ചരമഗീതം എത്ര പേർക്ക് അറിയാം? എല്ലാവർക്കും അറിയാമല്ലേ? തുടക്കം എങ്ങനെ? ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്ന മൃതിയിൽ. ആര് പാടും? ടീച്ചർ റെഡിയാണ് പാടാനായിട്ട്. ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി, ഇതു നിന്റെ എന്റെയും ചരമ ശുശ്രൂഷയ്ക്ക് ഹൃദയത്തിലെന്നേ കുറിച്ച ഗീതം. ഇനി അവസാനത്തെ യൂണിറ്റ് ആണ്, ആറാമത്തെ യൂണിറ്റ്. വളരെ ദീർഘകാലം എടുത്താണ് ഇത് പഠിപ്പിക്കേണ്ടത്. അതുകൊണ്ട് പിന്നെ ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ തിരിച്ചറിഞ്ഞാൽ മതി. അത് ശ്രീനാരായണ ഗുരു ഉണ്ട്, പിന്നെ അടുത്ത ആരാ? KP വള്ളോൻ എന്ന് പറയുന്ന സാമൂഹ്യ പരിഷ്കർത്താവ്, കുമാരനാശാനുണ്ട്, പിന്നെ K ജയചന്ദ്രനുണ്ട്, ലളിതാംബിക അന്തർജനമുണ്ട്. കുമാരനാശാനെ കുറിച്ച് ഒരു കുട്ടി ചോദിക്കുന്നു, എന്തൊക്കെ ടീച്ചർ പറഞ്ഞു കൊടുക്കും? കുമാരനാശാനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തിത്വം ആരായിരുന്നു? ശ്രീനാരായണ ഗുരു. ഈ വേറൊരാൾ കൂടി ഉണ്ട് കുമാരനാശാന്റെ ജീവിതത്തിൽ. അദ്ദേഹം ഇങ്ങനെയൊക്കെ ആകാൻ കാരണക്കാരനായ ഒരാൾ കൂടി ഉണ്ട്. ആരാ? അല്ല, ആര്? ഡോക്ടർ പൽപ്പു. ഇവർ രണ്ടുപേരും, അതായത് കുമാരനാശാനെ പഠിക്കാൻ അയക്കുന്നത് ആരുടെ അടുത്തേക്കാണ്? പൽപ്പുവിൻ്റെ ഒക്കെ അടുത്തേക്കാണ്. ആശാന്റെ അച്ഛൻ്റെ പേര് ആർക്ക് പറയാം? ആർക്കും അറിയില്ല. നാരായണൻ എന്നാണ് പേര്. അവിടെ അറിയപ്പെട്ടിരുന്ന വേറൊരു പേരിലാണ്, പെരുങ്കുടി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. എന്ത് കാര്യമെന്നറിയാമോ? പണ്ട് കാലത്ത് ഈ കയറിൻ്റെയൊക്കെ ബിസിനസ് നടത്തിയിരുന്ന ആളുകളുണ്ട്, കച്ചവടം നടത്തിയിരുന്നവരെ പെരുങ്കുടിക്കാർ എന്ന് ഒരു പേര് വിളിക്കുമായിരുന്നു. പെരുങ്കുടി നാരായണൻ്റെ മകനായിരുന്നു ആര്? N. കുമാരൻ എന്ന കുമാരനാശാൻ. ഇനി ഗുരു ചെയ്ത, അതോടെ ചോദിച്ചിട്ട് പോവാം. ഗുരു തിരുവനന്തപുരം ജില്ലയിൽ ഒരു പ്രധാനപ്പെട്ട സംഭവത്തിൽ പങ്കാളിയായി. ഏത് സംഭവത്തിൽ? അത് തന്നെ ഉറച്ചു പറയൂ. അരുവിപ്പുറത്തെ പ്രതിഷ്ഠ. നെയ്യാറിൻ്റെ കടവിലാണ്. ആ കടവിൻ്റെ പേരെന്താ? കടവിനൊരു പേരുണ്ട്. ഏത് കടവ്? നെയ്യാറിലെ ശങ്കരൻകുഴി കടവിലാണ് ആര് മുങ്ങിയത്? ഗുരു മുങ്ങിയത്. കണക്കനുസരിച്ച്, ചരിത്രമനുസരിച്ച് പറയുന്നത് 2 മണിക്കൂറോളം വെള്ളത്തിനടിയിൽ മുങ്ങി നിന്നു എന്നാണ്. പിന്നെ ഉയർന്നു വന്നപ്പോൾ കയ്യിൽ എന്തുണ്ടായിരുന്നു? ഒരു പാറക്കല്ലുണ്ടായിരുന്നു, ശിവലിംഗം എന്ന് സങ്കല്പിക്കപ്പെട്ട ലിംഗം. എന്നിട്ട് ഗുരു എന്താണ് പറഞ്ഞത്?
എന്തോ അത് ചോദിക്കാനാണ് ഞാൻ വന്നത്. 9ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ MK സാനുവിൻ്റെ അരുവിപ്പുറത്ത് നിന്നൊരു സന്ദേശം എന്നൊരു പാഠം വച്ചിട്ടുണ്ട്. മനസ്സിലായോ നിങ്ങൾക്ക്? ഇപ്പോൾ ടീച്ചർ പറഞ്ഞു പ്രതിഷ്ഠിച്ചത് ആരെയെന്ന്. ഗുരുദേവൻ പറഞ്ഞത് നമ്മുടെ ശിവനെ പ്രതിഷ്ഠിച്ചു എന്നാണ്. അത് നമ്മളെപ്പോഴും അധ്യാപകർ മനസ്സിലാക്കണം. ഈ പാഠപുസ്തകം വയ്ക്കാൻ നേരത്ത് അരുവിപ്പുറത്ത് ഞങ്ങൾ പോയി. അവിടുത്തെ സ്വാമി പ്രത്യേകം പറഞ്ഞു, സാർ പാഠപുസ്തകം വയ്ക്കുമ്പോൾ ഒരു കാര്യം എല്ലാവരോടും പറയണം. ആ പ്രതിഷ്ഠയെക്കുറിച്ചൊരു തെറ്റായ ധാരണ കേരളത്തിലുണ്ട്. ഒരു പ്രത്യേക മതത്തിൻ്റെ ജാതിയുടെ പേരിൽ ശിവനെ ചുരുക്കിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല ഗുരു പറഞ്ഞ. എന്തെന്നാ പറഞ്ഞത്? നമ്മുടെ ശിവനെയാണ് അതെ സാരദ പറയുന്നു, നമ്മുടെ ശിവനെയാണ് പ്രതിഷ്ഠിച്ചത്. അതാണ് ശ്രീനാരായണ ഗുരു. ആ കടവിൻ്റെ പേര് ശങ്കരൻകുഴി കടവെന്നാണ്. എന്നിട്ട് മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ആ പ്രതിഷ്ഠിച്ച സമയത്ത് തൊഴിലാളികൾ, പാവപ്പെട്ടവർ ഒരുപാട് പേര് അരുവിപ്പുറത്ത് വന്നിങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. അവരെ ആദ്യം ഗുരു ചേർത്തു പിടിച്ചു. എല്ലാവരും ഒരുമിച്ചിരിക്കുവിൻ എന്നാണ് ഗുരു പറഞ്ഞത്. ഗുരു ജീവിതത്തിൽ കരഞ്ഞ 2 സന്ദർഭങ്ങളിൽ ഒരെണ്ണം ഈ സന്ദർഭമാണെന്നാണ് പറയുന്നത്, അരുവിപ്പുറത്ത് വെച്ച്. 2ാമത്തെ സന്ദർഭം ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ചുമാണ്. നമ്മൾ പറഞ്ഞതിൻ്റെ ഇടയിൽ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇത്രയും 6 യൂണിറ്റുകളാണ് നിങ്ങൾക്ക് പഠിക്കുവാനായിട്ടുള്ളത്. അത് 3 കൊല്ലം കൊണ്ടല്ലേ പൂർത്തിയാക്കേണ്ടത് അല്ലേ? 3 കൊല്ലം കൊണ്ടാണ് പൂർത്തിയാക്കേണ്ടത്. ഇനി ആദ്യത്തെ യൂണിറ്റിലേക്ക് നമുക്ക് തിരിച്ചു പോവാം. അവിടെ ആദ്യത്തെ പാഠം MTയുടെ പിറന്നാളിൻ്റെ ഓർമ്മയ്ക്ക് എന്ന കഥയാണ്. നമ്മൾ കുട്ടിയെ പഠിപ്പിക്കാൻ പോവുകയാണ് ഈ പാഠം. ഈ പാഠം നമ്മൾ തുടങ്ങുന്നത് മുതൽ എങ്ങനെ ഈ പാഠഭാഗം അവസാനിപ്പിക്കുന്നത് വരെ നിങ്ങൾ നിങ്ങളുടെ ക്ലാസ്സിൽ എന്തൊക്കെ ഘട്ടങ്ങളിലൂടെ കടന്നു പോകും. കിട്ടിയില്ലേ? കിട്ടി. ഘട്ടങ്ങളാണ്, വിശദീകരിക്കാനൊന്നും വേണ്ട, ഘട്ടങ്ങൾ മാത്രം എഴുതിയാൽ മതി. എങ്ങനെയായിരിക്കും നമ്മുടെ ക്ലാസ്സിൽ വിവിധ ഘട്ടങ്ങളിലൂടെ ഇത് പഠിപ്പിക്കുന്നത്? ആദ്യം എന്തു ചെയ്യും? ആദ്യം മുന്നറിവ് പരിശോധിക്കും ഇല്ലേ? പരിശോധിക്കാൻ പറ്റുമെങ്കിൽ പരിശോധിച്ചാൽ മതി. ചിലപ്പോൾ കുട്ടിക്ക് മുന്നറിവ് കാണും. മുന്നറിവ് പരിശോധിക്കും. അങ്ങനെയുള്ള ഘട്ടങ്ങളാണ് ഞാൻ എഴുതാൻ പറഞ്ഞത്. ശ്രദ്ധിച്ച് പെട്ടെന്ന് എഴുതും. നമ്മളൊരു കഥയാണ് പഠിപ്പിക്കുന്നത് അല്ലേ? ആദ്യം മുന്നറിവുണ്ടോയെന്ന് നമുക്ക് പരിശോധിക്കേണ്ടി വരും MTയെ കുറിച്ച് ഇല്ലേ? പിന്നെ നമ്മൾ ക്ലാസ്സിലെത്തി. നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ടീച്ചർ ഇതുവരെ സംസാരിക്കാത്തൊരു ടീച്ചർ വേണം പറയാൻ. ടീച്ചർ എന്തൊക്കെയാണ് കുട്ടികളോട് അവരുടെ പിറന്നാൾ ഓർമ്മകൾ ഓർക്കാനായിട്ട് പറയുകയും അതിലേറ്റവും മനോഹരമായിട്ടുള്ളൊരു പിറന്നാൾ ഓർമ്മ ക്ലാസ്സിലായിട്ട് പറയാനായിട്ട് ആവശ്യപ്പെടും. പിന്നെ പിറന്നാൾ ആശംസാ കാർഡ് തയ്യാറാക്കാം. നിങ്ങൾ നിങ്ങളുടെ പിറന്നാൾ ആഘോഷിക്കാറുണ്ടോ? എങ്ങനെയാണ് ആഘോഷിക്കാറുള്ളത്? ഭക്ഷണത്തിൻ്റെ മൂല്യത്തെക്കുറിച്ച് കുട്ടികളോട് 2 വാക്ക് സംസാരിക്കാൻ വേണ്ടി പറയും. നമ്മുടെ കുട്ടികൾ, നമ്മൾക്കറിയാം, നമ്മുടെ കുട്ടികളും നമ്മുടെ മുന്നിരിക്കുന്ന വിദ്യാർത്ഥികളായിട്ട കുട്ടികളും സമ്പൽ സമൃദ്ധിയിൽ, സമ്പന്നതയിൽ മുങ്ങി ആറാടി ജീവിക്കുന്നവരാണ്. അപ്പോൾ അവർക്ക് ഭക്ഷണത്തിൻ്റെ വില അത്രത്തോളമൊന്നും അറിയണ്ടാവില്ല. പക്ഷെ ഒരു കാര്യം നമുക്ക് മനസ്സിലേക്ക് എത്തിച്ചു കൊടുക്കാം. ഭക്ഷണം കഴിക്കാത്ത കൂട്ടുകാരുണ്ടോ? എൻ്റെ കൂടെ ഇരിക്കുന്നവരല്ലെങ്കിൽ പോലും എൻ്റെ വീടിനടുത്ത് ഭക്ഷണം കഴിക്കാൻ നിവർത്തിയില്ലാത്ത ആളുകളെ എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് എനിക്ക് എൻ്റെ പിറന്നാളിൻ്റെ അന്നോ അല്ലാത്ത ഏതെങ്കിലും വിഷമം അനുഭവിക്കുന്ന സമയത്തോ എനിക്ക് അവനൊന്ന് ഒരു കൈത്താങ്ങായി സഹായിക്കാൻ സാധിക്കാറുണ്ടോ? നമ്മൾ ആ പാഠത്തിലേക്ക് പ്രവേശിച്ചു എന്ന് വിചാരിക്കുക. ക്ലാസ്സിൽ എന്തൊക്കെയായിരിക്കും ചെയ്യുന്നത്? ആദ്യം പാഠത്തിൽ കയറി ഇതുപോലൊരു പ്രവർത്തനം കൊടുത്തു. നമ്മൾ ഈ പാഠത്തിലേക്ക് ഒരു പിറന്നാളിൻ്റെ ഓർമ്മയിലേക്ക് കയറി. എന്ത് ചെയ്യിക്കും ആദ്യം കുട്ടിയെ കൊണ്ട്? ടീച്ചർ പറഞ്ഞു വൈകാരികമായി വായിക്കാൻ പറഞ്ഞു. അതിനു മുൻപ് നമുക്ക് എന്ത് ചെയ്യാം? അവിടെ ആദ്യം ഫസ്റ്റ് മാതൃകാ വായന. ആരോ പറഞ്ഞു മൗന. ടീച്ചർ പറഞ്ഞ ആ ഒരു മാതൃക സ്വീകരിക്കാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യിക്കും? മൗന വായന നടത്തിക്കും. അടുത്ത ഘട്ടത്തിൽ ശ്രാവ്യ വായന നടത്തിക്കും.
ഇല്ലേ? മൗനമായിട്ട് വായിച്ചു, ശ്രാവ്യവായന നടത്തി. അടുത്ത ഘട്ടത്തിൽ എന്ത് ചെയ്യാം? ഏതെങ്കിലും പ്രശസ്തരോ പ്രമുഖരോ, ഇപ്പോൾ ഒരുപാട് ഓഡിയോ കിട്ടും, നന്നായിട്ട് വായിച്ചിട്ടുള്ളൊരു വായന, ഓഡിയോ വായന കുട്ടിയെ കേൾപ്പിക്കാം. അടുത്ത ഘട്ടത്തിൽ എന്ത് ചെയ്യാം? കുട്ടിയെ കേന്ദ്രീകരിക്കണം. ഭാവവും താളവും ഉൾക്കൊണ്ട് ആരോട് വായിക്കാൻ പറയാം? കുട്ടിയോട് വായിക്കാൻ പറയാം. ഈ 4 ഘട്ടങ്ങളിലൂടെ നമ്മൾ കടക്കുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? കഥയുടെ ഏകദേശ ആശയം ആർക്ക് കിട്ടും? കുട്ടിക്ക് കിട്ടും. ഇതൊന്ന് കുറിക്കൂ. നിങ്ങളൊക്കെ ഒന്ന്, ഇത് നിങ്ങൾക്കൊക്കെ മാറ്റാം, വേണമെങ്കിൽ ചെറിയ നിങ്ങളുടെ സാഹചര്യം അനുസരിച്ച് വ്യത്യാസമൊക്കെ വരുത്താം. എങ്കിലും ഇങ്ങനെ ഒരു ഘട്ട വിഭജനത്തിലൂടെ നമ്മൾ കടന്നു പോകണം. അടുത്തത് എന്ത് ചെയ്യാം? ഇത്രയായില്ലേ? അപ്പം നമ്മുടെ മുന്നിലിരിക്കുന്ന കുട്ടി കഥ അറിഞ്ഞു കഴിഞ്ഞു, ഇല്ലേ? അപ്പോൾ പിന്നെ കുട്ടിയോട് നമുക്ക് എന്ത് പറയാം? അല്ല, ആരോ പറഞ്ഞു, എവിടുന്നോ ഒരു ആയിൽ തുടങ്ങുന്ന ടീച്ചർ സ്കോർ ചെയ്തു, ഒരു കയ്യടി കൊടുക്കൂ, നല്ല കയ്യടി കൊടുക്കണം. ആശയം കണ്ടെത്താം, കേന്ദ്രാശയം കണ്ടെത്താൻ അടുത്തൊരു പ്രവർത്തനം കൊടുക്കാം. ഇത് എങ്ങനെ കൊടുക്കാം? ഒറ്റയ്ക്ക് കൊടുക്കുമോ സംഘമായിട്ട് കൊടുക്കുമോ? നമ്മൾ എപ്പോഴും കഴിയുന്നിടത്തോളം സംഘപ്രവർത്തനത്തിന് പ്രാധാന്യം കൊടുക്കണം. സംഘപ്രവർത്തനത്തിൽ ഒരുപാട് ഗുണമുണ്ട്. ഒരു ബെഞ്ചിൽ 4 പേരുണ്ടെങ്കിൽ അവരെ തെറ്റുകൾ തന്നെ അവർ പരസ്പരം തിരുത്തും. ഇപ്പം എൻ്റെ സ്കൂളിൽ ഞങ്ങളൊക്കെ ചെയ്യുന്ന രീതി അതാണ്. ബെഞ്ച് ഗ്രൂപ്പാണ്, ബെഞ്ച് ഗ്രൂപ്പും ബെഞ്ച് ലീഡറും. അപ്പോൾ നമ്മൾ ബെഞ്ചിലിരുത്തുമ്പോൾ എല്ലാ ബെഞ്ചിലും ഒരു ബ്രൈറ്റ് കുട്ടി ഉണ്ടായിരിക്കും. ആ കുട്ടി ബോധപൂർവ്വം എന്ത് ചെയ്യും? ഈ 4 പേരെഴുതിയോ അവൻ ശ്രദ്ധിക്കും, തെറ്റെവിടെയെങ്കിലും ഉണ്ടോ. അപ്പുറം ഇപ്പുറമുള്ള ബുക്കുകൾ നോക്കി പരസ്പരം കറക്റ്റ്. നിങ്ങൾ ബുക്ക് കറക്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ടോ? എങ്ങനെ നിങ്ങൾ എഴുതി കൊടുക്കും? കറക്റ്റ് ചെയ്യരുത്, കുട്ടിയെ കൊണ്ട് കറക്റ്റ് ചെയ്യിക്കണം. ഒരിക്കലും നമ്മൾ അക്ഷരം എഴുതരുത് നോട്ട്ബുക്കിൽ. എന്തുകൊണ്ടാണ്? പിന്നെ ഒരു പ്രയോജനമില്ല നമ്മൾ ചെയ്യുന്നതിന്. വെട്ടുമോ? തെറ്റ് ഗുണനച്ചനോട്ട് വെട്ടുമോ? അടിയിൽ ഏത് മഷി വെച്ച് വരയ്ക്കും? വരയ്ക്കാൻ പാടില്ല എന്നാണ്. ചുവന്ന മഷി കുട്ടിയുടെ നോട്ട്ബുക്കിൽ പ്രയോഗിക്കാൻ അതവൻ്റെ ഹൃദയത്തിലാണ് സ്പർശിക്കുന്നത്. ഒരിക്കലും ചെയ്യരുത്. വട്ടമിടുകയോ ഒന്നും ചെയ്യരുത്. നീ അവൻ്റെ പേനയെടുത്ത് തന്നെ അടിയിൽ വരയ്ക്കണം. മകനെ, ഇവിടെ മായേ ഉള്ളൂ, വേണ്ടത് ഇമ്മായാണ്, ഒരു മാ കൂടെ വേണം, എഴുതു എന്ന് പറയണം. പറയണം. അത് കൊള്ളാം. പക്ഷെ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്? കുട്ടിയുടെ പുസ്തകത്തിൽ ചുവപ്പടയാളം ഇടരുതെന്നാണ്. അവൻ്റെ ഹൃദയത്തിൽ സങ്കടത്തിൻ്റെ ഒരു അടയാളം പതിയും നമ്മളതിടുമ്പോൾ. മനസ്സിലായില്ലേ? അപ്പം നമ്മൾ പറഞ്ഞു വന്ന കാര്യം ഏതൊക്കെയാണ് ഘട്ടങ്ങൾ? മൗനവായന, ശ്രാവ്യവായന, പിന്നെ ഓഡിയോ വായന ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുട്ടിയെ കൊണ്ട് തന്നെ വായിപ്പിച്ച്, നല്ല കുട്ടികളെ കണ്ടെത്തി വായിപ്പിച്ച് ക്ലാസ് മുഴുവൻ കേൾപ്പിക്കാം. പിന്നെന്ത് ചെയ്യും? കേന്ദ്രാശയം കണ്ടെത്തി. പിന്നെ അടുത്ത ഘട്ടത്തിൽ കഥാപാത്രങ്ങളെ കണ്ടെത്താം. കഥാപാത്രങ്ങളെ കണ്ടെത്തിക്കൂടെ? കഥാപാത്രങ്ങളെ കണ്ടെത്തുമ്പോൾ കുട്ടിയോട് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട്. തുടക്കത്തിൽ ആ കഥാപാത്രം എങ്ങനെയായിരുന്നു? കഥയിൽ കഥാപാത്രത്തിൻ്റെ വളർച്ച എന്താണ്? ഒടുക്കം ആ കഥാപാത്രം എങ്ങനെ നിൽക്കുന്നു? അതവൻ കണ്ടെത്തട്ടെ. അതിനൊരു പ്രവർത്തനം കൊടുക്കണം. പിന്നെ നമുക്ക് എന്തൊക്കെ ചെയ്യാം? അപ്പോൾ ഏകദേശം കാര്യങ്ങളായി. ഇനി ചെയ്യാൻ സാധാരണയായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആസ്വാദനക്കുറിപ്പ് എഴുത്താണ്, അല്ലേ? വ്യവഹാര രൂപങ്ങളെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞു, ഇന്നലെ പഠിച്ചു, അറിഞ്ഞില്ലേ? ഇംഗ്ലീഷ് എന്താ വ്യവഹാര രൂപങ്ങളുടെ ഇംഗ്ലീഷ് വാക്ക്? ഡിസ്കോഴ്സ് എന്നാണ്. അറിഞ്ഞുകൂടാത്തവർ കുറിച്ച് വെക്കണം. ഡിസ്കോഴ്സ്, വ്യവഹാര രൂപങ്ങൾ, ഡിസ്കോഴ്സ്. വ്യവഹാര രൂപങ്ങൾ എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. കുറിപ്പുകൾ തന്നെ ഒത്തിരി കുറിപ്പുകളുണ്ടല്ലേ? ആസ്വാദനക്കുറിപ്പ്, പ്രതികരണക്കുറിപ്പ്, താരതമ്യക്കുറിപ്പ്, പിന്നെ അനുഭവക്കുറിപ്പ്. ശരി, അങ്ങനെയൊക്കെ ഉണ്ട്. ഓക്കെ, ഇനി അപ്പോൾ നമ്മൾ അടുത്ത് ചെയ്യേണ്ട എന്താണ്? ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കണം. ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുകയാണെന്ന് വിചാരിക്കുക. കുട്ടിക്ക് എന്തൊക്കെ നിർദ്ദേശം നമ്മൾ കൊടുക്കും? ശുദ്ധമായ ഭാഷ പ്രയോഗിക്കാൻ ഉള്ള നിർദ്ദേശം കൊടുക്കണം. പിന്നെ
അതിൽ കേന്ദ്ര ആശയത്തിന് ഊന്നൽ നൽകണം. പിന്നെ രണ്ട് കാര്യം പറഞ്ഞു. കേന്ദ്ര ആശയത്തിന് ഊന്നൽ നൽകണം, ശുദ്ധമായ ഭാഷയുണ്ടായിരിക്കണം. ടീച്ചർ എന്തോ പറയുന്നുണ്ട്. അതിന്റെ അവസാനം എഴുതുമ്പോഴത്തേക്കും സ്വന്തമായിട്ടുള്ളൊരു തീരുമാനം അല്ലെങ്കിൽ അവനത് ഇഷ്ടപ്പെട്ടു. ആസ്വാദന കുറിപ്പിൽ ഒരു സ്വയം നിരീക്ഷണം ഉൾപ്പെടുത്തണമെന്ന് ടീച്ചർ പറഞ്ഞു. ഇനി എന്താ? ഉചിതമായ തലക്കെട്ട് എന്ന് വെച്ചാൽ വെറും തലക്കെട്ടല്ല, തലക്കെട്ട് വായിക്കുന്നയാൾ താഴേക്ക് വായിക്കണം. അങ്ങനെയുള്ള തലക്കെട്ട് വേണം നമ്മൾ പഠിപ്പിക്കാൻ കുട്ടിയെ. ഇനി എഴുത്തുകാരനെ കുറിച്ചൊന്ന് സൂചിപ്പിക്കും. എഴുത്തുകാരനെ കുറിച്ച് സൂചിപ്പിക്കണം. ഇനി സമകാലിക പ്രസക്തി. എന്താണ് സമകാലിക പ്രസക്തി? ഇക്കാലഘട്ടത്തിൽ ഈ കഥയ്ക്ക് എന്തു പ്രാധാന്യം? അപ്പൊ നമ്മൾ പിറന്നാളിന്റെ ഓർമ്മയിൽ പ്രധാനമായി പറയുന്നത് എന്താണ്? മരുമക്കത്തായത്തെക്കുറിച്ചൊരു സൂചനയാണ് ആ കഥയിലുള്ളത്, അല്ലേ? ആ കുട്ടിയുടെ അമ്മാവന്റെ ക്രൂരതകൾ. ജന്മനാളിന് പോലും ഒരല്പം അരി അളന്നു കൊടുക്കാൻ തയ്യാറാകാത്ത അമ്മാവൻ. ഒരു കുട്ടിക്ക് പിറന്നാളിന് ഒരാളിനെ കൊല്ലണമെന്ന് ചിന്ത ഉണ്ടായി ആ കുട്ടിക്ക്. ഒന്ന് ആലോചിച്ച് നോക്കൂ. പിറന്നാളിന് ഒരല്പം അരി കൊടുക്കാൻ തയ്യാറാകാത്ത അമ്മാവൻ. അപ്പോ മരുമക്കത്തായത്തിൽ നിന്ന് മക്കത്തായത്തിലേക്ക് വന്ന കേരളത്തിന്റെ ചരിത്രമുണ്ട്. അമ്മാവന് കുടുംബങ്ങളിൽ പ്രാധാന്യമുണ്ടായിരുന്നിടത്ത് നിന്ന് അച്ഛന് കുടുംബത്തിൽ പ്രാധാന്യമുണ്ടായി. അതാണ് ഈ കഥയുടെ ഹൈലൈറ്റ്, പ്രധാന കാര്യം. അപ്പൊ നമ്മൾ തിരിച്ചറിയുക, എവിടെ പോണം? 57-ലെ ഗവൺമെന്റിനെ നമ്മൾ ഓർക്കണം. അതൊക്കെ നമ്മൾ ഓർക്കണം. അപ്പൊ മനസ്സിലാവുമല്ലോ. ഇനി അപ്പൊ നമ്മൾ ആസ്വാദനക്കുറിപ്പ് വേറെ എന്തൊക്കെ ഉൾപ്പെടുത്തണം? പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ്. തലക്കെട്ടുണ്ടാവണം, നല്ല ഭാഷയുണ്ടാകണം, സമകാലിക പ്രസക്തി വിശദമാക്കണം, എഴുത്തുകാരനെ സൂചിപ്പിക്കണം. ഇനി ടീച്ചർ പറഞ്ഞത് ശരിയാണ്. സൗന്ദര്യം, കൃതിയുടെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ സൗന്ദര്യം? ഭാഷയുടെ സൗന്ദര്യം. അതിലെ ഭാഷയെക്കുറിച്ച് നമ്മൾ എഴുതണം. ആദ്യം ഒരു ആസ്വാദനക്കുറിപ്പ് എഴുതുമ്പോൾ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് ഉണ്ടാവണം. അതിനുശേഷമായിരിക്കണം ആശയത്തെ ആമുഖം എന്നാണ് ഉദ്ദേശിച്ചത്. ശരി, ആമുഖം എന്ന രീതിയിൽ എഴുതണം. ശരി. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ വേണ്ടത്. ഇനി ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കി അതെങ്ങനെ വിലയിരുത്തും? ആദ്യം ആരെ കൊടുത്ത് വിലയിരുത്തും? ആദ്യം അവര് തന്നെ വിലയിരുത്തണം. അപ്പൊ നിങ്ങൾ അതിന് എന്ത് കൊടുക്കണം? ഇൻഡിക്കേറ്ററുകൾ അഥവാ സൂചകങ്ങൾ നൽകണം. ഒരു ആസ്വാദനക്കുറിപ്പിനുണ്ടാകേണ്ട ഗുണങ്ങൾ എന്തെല്ലാം? സൂചകങ്ങൾ അഥവാ ഇൻഡിക്കേറ്ററുകൾ കൊടുത്തുകൊണ്ട് കുട്ടിയെ കൊണ്ട് പരിശോധിപ്പിക്കണം. പിന്നെ ഗ്രൂപ്പിൽ പരിശോധിക്കണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ മികച്ച ആസ്വാദനക്കുറിപ്പിൻ്റെ ഒരു വെർഷൻ ക്ലാസ്സിൽ അവതരിപ്പിക്കണം. മനസ്സിലായ? ഇത്രയും ചെയ്യണം. അതിനുശേഷം അവസാനം എന്ത് ചെയ്യണം? തുടർ പ്രവർത്തനം കൊടുക്കുകയും ചെയ്യണം. അപ്പോൾ ഇത്രയും നേരം എന്നെ കേട്ടിരുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരുപാട് നന്ദി. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും നിങ്ങളുടെ ഹൃദയങ്ങളെ ത്രസിപ്പിക്കുമെങ്കിൽ എനിക്ക് സന്തോഷമുണ്ട്. ചുരുങ്ങിപ്പോയെന്നറിയാൻ കുറേ കൂടി സമയം വേണമായിരുന്നു. കുറേ കാര്യങ്ങൾ എൻ്റെ അറിവിലുള്ളത് നിങ്ങൾക്കറിയാവുന്നത് മെച്ചപ്പെടുത്തി പറഞ്ഞു എന്ന് മാത്രം. കൂട്ടിച്ചേർക്കാൻ നിങ്ങൾക്ക് ഒരുപാടുണ്ടെന്നറിയാം. എപ്പോഴും ഞാൻ എല്ലാ ക്ലാസ്സുകളിലും ഓർക്കുന്നത് മുരുകൻ സാറിൻ്റെ കണ്ണട, ആ കവിതയിലെ വരികളാണ്. കാരണം എല്ലാവർക്കും തിമിരം പഠിച്ച കാലത്ത്, നമ്മുടെ മുന്നിലിരിക്കുന്ന കുട്ടിക്കും വല്ലാത്തൊരു തിമിരം പിടിച്ച കാലത്ത് കണ്ണടകൾ വയ്ക്കാൻ സമൂഹത്തോട് ആവശ്യപ്പെടുന്ന കവിതയെ ഓർത്തുകൊണ്ട് കുമാരനാശാൻ്റെ 2 വരി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. ഏതാണ് വരി? അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കുമമലേ വിവേകികൾ. പ്രിയപ്പെട്ട എല്ലാവർക്കും അന്യജീവനുതകി സ്വന്തം ജീവിതം ധന്യമാക്കാൻ കഴിയട്ടെ. മുന്നിലിരിക്കുന്ന കുട്ടിയെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ കഴിയട്ടെ. അവൻ്റെ ദുഃഖം നിങ്ങളുടെ ദുഃഖമാകട്ടെ. അവൻ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഭക്ഷണം വാങ്ങിക്കൊടുക്കാനുള്ള മനസ്സുണ്ടാവട്ടെ. ചേർത്ത് പിടിക്കാൻ കഴിയുന്നവനാണ് ഏറ്റവും നല്ല അധ്യാപകൻ. നിങ്ങളുടെ ചിരിച്ച മുഖങ്ങൾ അങ്ങനെ തന്നെയാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇനിയും കാണുമെന്ന പ്രതീക്ഷയോടുകൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ്. നന്ദി.
അപ്പോൾ ഹരി സാറിൻ്റെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് തുടരാം. ഇത് അടുത്ത ഒരു 2 മാസം കഴിയുമ്പോഴേ നമുക്കൊരു 2 മാസം വേണ്ട, അടുത്ത 1 മാസം കഴിയുമ്പോൾ അടുത്ത ഇത് വരും, ഷെഡ്യൂൾ വരും അല്ലേ? അപ്പോൾ അടുത്ത ഷെഡ്യൂൾ വരും. ഇപ്പോൾ നമ്മളൊരെണ്ണം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഹരി സാറിൻ്റെ ഇതിൻ്റെ തുടർച്ച ഉണ്ടാകും. ഇപ്പം ഈ നീലക്കുറിഞ്ഞിയെ മുഴുവൻ അദ്ദേഹം പരിചയപ്പെടുത്തി ഓരോ യൂണിറ്റിനെയും നിങ്ങൾ സമീപിക്കേണ്ടത് എങ്ങനെ എന്ന് അദ്ദേഹം ഒരു ബ്രീഫിംഗ് ആണ് തന്നത്. 2 മണിക്കൂറായിട്ടില്ല, ബ്രീഫിംഗ് ആണ് തന്നത്. അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ പാഠത്തെ കുറച്ചുകൂടെ ഡീപ്പായിട്ട് അവതരിപ്പിക്കുന്നത് എങ്ങനെയെന്നും കൂടെ വളരെ സമഗ്രമായി കുറഞ്ഞ സമയം കൊണ്ട് അവതരിപ്പിക്കാൻ ശ്രമിച്ചു. നമ്മളെല്ലാം സാധാരണ 45 മിനിറ്റ് സ്കൂളിൽ ക്ലാസ് ഇരുന്ന കാര്യമൊക്കെ ഒന്ന് ഓർത്ത് നോക്കും. ചില അധ്യാപകരുടെ ക്ലാസ് വീണ്ടും വേണമെന്ന് നമുക്ക് തോന്നും അല്ലേ? അത് 2 തരത്തിലുണ്ട് അധ്യാപകർ എത്ര തരത്തിലുണ്ട്? ഒന്ന് അധ്യാപകർ, മറ്റൊന്നതാരാ? അധ്യാപക തൊഴിലാളികൾ. നിങ്ങളും ഇതിലാരൊക്കെയോ ആണ്. അധ്യാപകരുടെ ക്ലാസ് കഴിയുമ്പോൾ നമുക്കത് എന്തോ നഷ്ടപ്പെട്ടു പോയത് ഇനിയും വേണമെന്ന് തോന്നും. അധ്യാപക തൊഴിലാളിയുടെ ക്ലാസ് ഒന്ന് തീർന്നു കിട്ടണേ എന്നും തോന്നും. അധ്യാപകനും അധ്യാപക തൊഴിലാളിയെ തിരിച്ചറിയാൻ വളരെ എളുപ്പമാണ്. അധ്യാപക തൊഴിലാളി കൃത്യം ടൈം ടേബിൾ അനുസരിച്ച് 10 മണിയെന്ന് പറഞ്ഞാൽ ക്ലാസ്സിൽ കയറിയിരിക്കും. 45 മിനിറ്റും ക്ലാസ്സിൽ നിന്നിരിക്കും. എണീക്കടാന്ന് പറയും, ഇരിക്കടാന്ന് പറയും, പുസ്തകം എടുക്കും, വായിക്കാൻ പറയും, എഴുതിയിടും. ബാക്കിൽ ഒരുത്തനിരുന്ന് ഉറങ്ങുന്നുണ്ടാവും. എണീക്കടാന്ന് പറയും, അവനെ ചാടി എണീപ്പിക്കും. ഇങ്ങോട്ട് വടാന്ന് പറഞ്ഞാൽ എല്ലാ കുട്ടികളുടെയും മുന്നിൽ വെച്ച് അവനെ ഹരാസിങ്. ഇറങ്ങടാ പുറത്തെന്ന് പറയും, അവനെ പുറത്ത് നിർത്തിയിട്ട് ബാക്കിയുള്ളവരെ പഠിപ്പിക്കും. അവൻ ഇന്നലെ രാത്രി ഏത് ചായക്കടയുടെ പിന്നാമ്പുറത്തിരുന്ന് എത്ര സമയം പാത്രങ്ങൾ കഴുകി വച്ചിട്ടായിരിക്കും രാത്രി ഉറങ്ങിയത് മോനെ എന്ന് ചോദിക്കില്ല. നീ ഇന്നലെ ഉറങ്ങിയോടാ എന്ന് ചോദിക്കില്ല. അതാണ് അധ്യാപക തൊഴിലാളി. അധ്യാപക തൊഴിലാളി പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. അധ്യാപകനെ നമുക്ക് ചിലപ്പോൾ 10 മണിക്ക് കയറേണ്ട ക്ലാസ്സിൽ അയാൾ 10:15 ചിലപ്പോൾ വന്നെന്ന് വരുള്ളൂ. 10:45 ഇറങ്ങുന്നതിന് പകരം അയാൾ 10:30 ഇറങ്ങിപ്പോകും. പക്ഷേ എന്തോ ഒന്ന് അവശേഷിപ്പിച്ചിട്ട് പോയതായി നമുക്കെന്ത് ചെയ്യും? തോന്നും അല്ലേ? അധ്യാപകനെ നമുക്ക് എവിടെ കാണാമെന്നറിയോ? തൊട്ടടുത്ത ഗവൺമെൻറ് ആശുപത്രിയുടെ ക്യൂവിൽ തലകറങ്ങി വീണ ഒരു മകനുമായി ക്യൂ നിൽക്കുന്നിടത്ത് കാണാൻ കഴിയും. അധ്യാപകനെ ശനിയാഴ്ച ഞായറാഴ്ച ചെന്നാൽ ചിലപ്പോൾ അവിടെ ഏതെങ്കിലും തെങ്ങിൻ്റെ മൂട്ടിലിരുന്ന് ഇങ്ങനെ കിളയ്ക്കുന്നത് കാണാൻ കഴിയും. അധ്യാപക തൊഴിലാളിയെ 4:45 ബെല്ലടിക്കുമ്പോൾ ഇങ്ങനെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് നിൽക്കുന്നിടത്ത് കാണാൻ കഴിയും. കുട്ടി പോകുന്നതിന് മുമ്പ് പെട്ടെന്ന് ഇറങ്ങാൻ പറ്റിയ കയറാം, അല്ലെങ്കിൽ കുറേ സമയം കൂടി കഴിഞ്ഞ് ഇറങ്ങാൻ പറ്റുള്ളൂ. അങ്ങനെ നിൽക്കുന്നത് കാണാൻ കഴിയും. അങ്ങനെ 2 തരം അധ്യാപകരുണ്ട്. ഇവിടെ വന്ന ഈ 4 അധ്യാപകരും എനിക്ക് ഉറപ്പില്ല, എനിക്ക് ആത്മവിശ്വാസമുണ്ട്, അവർ അധ്യാപകർ എന്ന ഗണത്തിൽപ്പെട്ടവരായിരുന്നു. നിങ്ങൾക്ക് കിട്ടിയ 4 അധ്യാപകർ. 4 പേരുമായിട്ട് വ്യക്തിപരമായി എനിക്ക് നല്ല ബന്ധമുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനം ആദ്യകാലം മുതൽ ബന്ധമുള്ള ഡോക്ടർ ഗിരീഷ് കുമാറിനെയാണ്. അദ്ദേഹവും ഞാനും ദൂരദർശനിൽ ചതുരംഗം എന്ന് പറഞ്ഞ് വലിയ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഷോ ഉണ്ടായിരുന്നു. അതിൽ നിങ്ങൾ വിധികർത്താക്കളായിരുന്നു. അന്ന് മുതലുള്ള ബന്ധമുണ്ട്. അല്ലാതെ ഈ SCRT-യിലെ ഇപ്പോൾ ഹരി ഒക്കെ ചെയ്യും പോലെ SCRT-യുടെ ആ ഫാക്കൽറ്റിയിൽ ഞാനും ഉണ്ടായിരുന്നു. എൻ്റെ വിഷയത്തിൽ, അദ്ദേഹത്തിൻ്റെ വിഷയത്തിലുണ്ടായിരുന്നു. അതിനുശേഷം ഹരിയും പിന്നെ ഗോപനും, ഇന്നലത്തെ ഗോപനും ഹരിയും ഞാനും SMV ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എന്ത് ചെയ്തിരുന്നു? ഒരുമിച്ച് ജോലി ചെയ്തിരുന്നു. അവർക്ക് ചെറുപ്പക്കാരായി ആദ്യം വരുന്ന കാലത്ത് നിങ്ങളുടെയൊക്കെ പ്രായത്തിൽ SMV ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മക്കൾ ഹയർ സെക്കൻഡറിയിൽ അധ്യാപകനായിരുന്നു ഹരി. അതുപോലെ അതിനുശേഷം ഇന്നലെ വന്ന പിന്നെ ഗോപൻ അതിനുശേഷം അവിടുത്തെ അധ്യാപകനായിരുന്നു. തീർച്ചയായും അതുപോലെ തന്നെ നിങ്ങൾ റീജ, നേരത്തെ ആദ്യം ക്ലാസ് എടുത്ത റീജ, ഞാൻ വിക്ടേഴ്സ് ചാനൽ എന്ന് പറയുന്ന ചാനലുണ്ട്, അറിയാമല്ലോ, അതിൻ്റെ ചുമതലയുള്ളപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ബെല്ലെന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു ഇതുണ്ടായിരുന്നു, അറിയാമല്ലോ, നമ്മുടെ കോവിഡ് അതിൽ ക്ലാസ് എടുക്കാൻ ഞങ്ങൾ കണ്ടെത്തിയ പെൺകുട്ടിയാണ്, ഈ ടീച്ചറാണ് അവർ. അപ്പോൾ അങ്ങനെ ക്വാളിറ്റിയുള്ള ഒരു തരാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. നമുക്ക് വീണ്ടും ഇത് തുടരുക തന്നെ ചെയ്യാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിനും അധ്യാപനത്തിനും ബോധനത്തിനും ഒക്കെ താളം വേണം. നമ്മൾ ചിട്ടയായി ക്ലാസ്സുകൾ എടുക്കണം. അതിന് വേണ്ടുന്ന എല്ലാ നമ്മുടെ ഹയർ ലെവലിലുള്ള കോഴ്സാണ് നീലക്കുറിഞ്ഞി കോഴ്സ്. സാറ് അത് വളരെയധികം ചിട്ടയായിട്ട് തന്നെ, അത് ശാസ്ത്രീയമായിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അതിനുവേണ്ടി നമുക്ക് കിട്ടിയ റിസോഴ്സുകളൊക്കെ വളരെ നല്ല റിസോഴ്സുകളാണ് കിട്ടിയത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ ചെയ്യേണ്ടുന്നതായ കാര്യങ്ങളും വ്യവഹാര രൂപങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങേണ്ടത് എങ്ങനെയാണെന്നും കുട്ടികളെ ക്രിയാത്മകമാക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ള എല്ലാ കാര്യങ്ങളും സാറ് നിങ്ങൾക്കൊരു ദിശാബോധവും വ്യക്തമായ അവബോധം തന്നിട്ടുണ്ട്. ഈ സാറിനെ നമുക്ക് നമ്മുടെ മലയാളം മിഷൻ്റെ നീലക്കുറിഞ്ഞി ഡിപ്ലോമ കോഴ്സ് പരീക്ഷയ്ക്ക് സമീപിക്കുന്ന കുട്ടികളെ, സമീപിക്കുന്ന അധ്യാപകരെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. സാറിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു, മലയാളം മിഷൻ്റെ നന്ദി അറിയിക്കുന്നു.